നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ് ആൻഡ് അഡ്വഞ്ചർ ഇൻ മഡഗാസ്കർ ഭാഗം 5. 1702 ഒരു കപ്പൽ അപകടത്തിൽ തെക്കൻ മഡഗാസ്കർ തീരത്ത് വന്നു കയറിയ റോബർട്ട് ഡ്രൂറി എന്ന 16 വയസ്സുകാരൻ റോബിനെയും കൂട്ടരെയും കിരീന്ദ്ര എന്ന നാട്ടുരാജാവ് തന്റെ തലസ്ഥാനത്തേക്ക് നിർബന്ധപൂർവ്വം കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ പാർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ റോബിന്റെ ക്യാപ്റ്റനും മറ്റുള്ളവരും ചേർന്ന് അയാളെ തട്ടിക്കൊണ്ടുപോയിട്ട് രാജ്യത്തിന്റെ അതിർത്തി കടന്ന് രക്ഷപ്പെടുവാനായിട്ട് നോക്കിയെങ്കിലും ആ ശ്രമത്തിനിടയിൽ ഭൂരിഭാഗം ആളുകളും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ശേഷം റോബിനെ കിരീന്ദ്ര രാജാവിന്റെ ബന്ധു കൂടിയായ മിയവാരോ എന്ന പടത്തലവൻ അടിമയായിട്ട് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. റോബിന് ഇവിടെ നിന്നും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ദ്വീപിന്റെ കിഴക്കൻ തീരത്തുള്ള ഡൗഫിൻ തുറമുഖത്തേക്കോ അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരത്തുള്ള സെയിന്റ് അഗസ്റ്റിൻ തുറമുഖത്തേക്കോ എത്തിപ്പെടണമായിരുന്നു. എന്നാൽ ഒളിച്ചോടിയാൽ മിയവാരെ പോലെ മറ്റ് പ്രാദേശിക യുദ്ധപ്രഭുക്കൾ തന്നെ പിടികൂടും അല്ലെങ്കിൽ വീണ്ടും അടിമയാക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ള ഭയം നിമിത്തം റോബിൻ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് തുനിഞ്ഞതേയില്ല. അതുമാത്രമല്ല, ഈ 2 തുറമുഖങ്ങളിലേക്കുള്ള വഴികളും അവന് നിശ്ചയമുണ്ടായിരുന്നില്ല. ഇതിനിടെ വഴക്കാളിയായിട്ടുള്ള ഇവന്റെ യജമാനൻ മിയവാരോ ദേഷ്യം കൊണ്ട് പലതവണ റോബിനെ കൊല്ലുവാനായിട്ട് നോക്കിയെങ്കിലും അവൻ ഭാഗ്യം കൊണ്ടും മിയവാരുടെ സഹോദരനായിട്ടുള്ള സാംബോയുടെ ഇടപെടൽ കൊണ്ടും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. കാലിമോഷണം തുടർക്കഥയായിട്ടുള്ള തെക്കൻ മഡഗാസ്കറിൽ ഇതേ കാരണം കൊണ്ട് തന്നെ റോബിന്റെ യജമാനനായിട്ടുള്ള മിയവാരോ സ്വന്തം ബന്ധുവായിട്ടുള്ള കിരീന്ദ്ര രാജാവിനോടും അദ്ദേഹത്തിന്റെ മക്കളോടും ശത്രുതയിലാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അയാൾ പിന്നീട് കിരീന്ദ്രയുടെ ബന്ധുവും എന്നാൽ ശത്രുവും കൂടിയായിട്ടുള്ള മുന്നാൻ സാക്കുമായിട്ട് സഖ്യത്തിലാവുകയും അയാളുടെ സഹോദരന്മാരിൽ ഒരുവനായിട്ടുള്ള മിമേംബോലോംബോയുടെ കൂടെ താമസമാക്കുകയും ചെയ്തു. എന്നാൽ തന്നെ ചതിച്ചതിൽ രോഷം കൊണ്ടിരുന്ന കിരീന്ദ്രയും മക്കളും തങ്ങളുടെ കന്നുകാലികളെ തട്ടിക്കൊണ്ടുപോകുമോ എന്ന ഭയത്താൽ ഈ മിയവാരയും കൂട്ടരും കാലികളിൽ വലിയൊരു ഭാഗത്തെ തങ്ങളുടെ കൂടത്തു നിന്നും മാറ്റുവാനായിട്ട് തീരുമാനമെടുത്തു. കിരീന്ദ്രയുടെ ശത്രുവും മിയവാരയ്ക്ക് ഇപ്പോൾ അഭയം കൊടുത്തിട്ടുള്ള ആളുമായിട്ടുള്ള മിമേംബോലോംബോയുടെ മൂത്ത സഹോദരൻ മുന്നാൻ സാക്കിന്റെ അരികിലേക്കാണ് അവർ കന്നുകാലികളെ മാറ്റുവാനായിട്ട് തീരുമാനമെടുത്തത്. ഇതിനായിട്ട് റോബിനെയും കൂട്ടുകാരെയുമാണ് അവർ ചുമതലപ്പെടുത്തിയത്. മുന്നാൻ സാക്കിന്റെ അരികിൽ ചെല്ലുവാനായിട്ട് ആദ്യമേ യോങ്കോർവോ മലകളിലുള്ള മുന്നാൻ സാക്കിന്റെ സഹോദരൻ അഫറർ പ്രഭുവിന്റെ അരികിലേക്കാണ് ആദ്യമേ എത്തേണ്ടത്. ഭാഗ്യത്തിന് റോബിനും കൂട്ടരും കന്നുകാലികളും ഒക്കെ ആയിട്ട് ഈ അഫറർ പ്രഭുവിന്റെ അരികിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സഹോദരൻ മുന്നാൻ സാക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് റോബിന് ഗുണകരമായി. ഇനി അയാളുടെ കൂടെ ഒരുമിച്ച് തന്നെ കാലികളുമായിട്ട് അയാളുടെ സ്ഥലത്തേക്ക് പോകുവാനായിട്ട് സാധിക്കും. റോബർട്ട് ഡ്രൂറിയുടെ വിവരണങ്ങളിൽ നിന്നും അവൻ അഫർ പ്രഭുവിന്റെ താവളത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് ഈ റോബർട്ട് ഡ്രൂറിക്ക് ഏതാണ്ട് 25 വയസ്സ് പ്രായം ഉണ്ടാവും. 16ാമത്തെ വയസ്സിലാണ് റോബിൻ മഡഗാസ്കറിൽ അകപ്പെട്ടു പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 4 ഭാഗങ്ങളിലായിട്ട് പറഞ്ഞു തീർത്തത്. ഇപ്പോൾ റോബിന് 25 വയസ്സുണ്ട്. റോബിൻ ഇപ്പോൾ കുറച്ച് കാലുകളൊക്കെ ആയിട്ട് ഇവൻ്റെ യജമാനായിട്ടുള്ള മിയവാരുടെ കന്നുകാലികളാണ്. അത്രയും മൃഗങ്ങളൊക്കെ ആയിട്ട് ഇവനും കുറച്ച് കൂട്ടുകാരും കൂടെ കൂടിയിട്ട് കുറച്ചേറെ ദൂരം നടന്നിട്ട് അഫറർ എന്ന് പറഞ്ഞുള്ള ഒരു പ്രഭുവിൻ്റെ, അദ്ദേഹം ഒരു മലനിരകളിലാണ് താമസിക്കുന്നത്, അവിടെ വന്ന് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഈ അഫറർ പ്രഭുവിൻ്റെ മൂത്ത സഹോദരനായിട്ടുള്ള മുന്നാൻ സാക്കിൻ്റെ അരികിലേക്കാണ് ഇവർ സുരക്ഷിതമായിട്ട് ഈ കാലുകളെ മാറ്റുന്നത്. അപ്പോൾ യോഗത്തിന് നമ്മുടെ ഈ റോബിനും കൂട്ടരും അഫറർ പ്രഭുവിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും റോബിന് പോകേണ്ട സ്ഥലത്തെ രാജാവായിട്ടുള്ള പ്രഭുവായിട്ടുള്ള മുന്നാൻ സാക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി റോബിന് ഗുണമാണ്, കാരണം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇനി അങ്ങോട്ടേക്ക് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് സാധിക്കും. സഹോദരൻ മുന്നാൻ സാക്ക് വെളിയിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അഫറർ പ്രഭു ഇറങ്ങി ചെന്നിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. മിയവാരോ ഒരു കൂട്ടം കാലുകളെയും അത് നോക്കുവാനായിട്ട് ഒരു വെള്ളക്കാരൻ അടിമയും കൂടെ അയച്ചിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം ജ്യേഷ്ഠനെ അറിയിക്കുകയും ചെയ്തു. ഇത് കേട്ടതോടെ മിയവാരോ അയച്ച കാലുകളെ സ്വന്തം കാലുകളെ പോലെ നോക്കണമെന്നും ഇരുകൂട്ടരുടെയും കാലുകളെ ഒരുമിച്ച് ചേർക്കുവാനും ഈ മുന്നാൻ സാക്ക് വന്നയാൾ ഉത്തരവിട്ടു. ഇതൊക്കെ നടക്കുമ്പോഴേക്കും റോബിൻ അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് ദൂരെ മാറിയിട്ട് തന്റെ കാലുകളുടെ കൂട്ടത്തിൽ ആയിരുന്നു അവൻ. മുന്നാൻ സാക്ക് പ്രഭു അവനെ അതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മിയവാരുടെ കാലുകളെ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെന്ന അദ്ദേഹം റോബിനെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വെള്ളക്കാരൻ കാലുകളെ മേയിച്ച് നടക്കുന്നത് കാണുന്നത് എന്നാണ് അത്ഭുതത്തോടെ അയാൾ ഉറക്കെ പറഞ്ഞത്. തന്റെ യജമാനന്റെ ഇഷ്ടപ്രകാരമാണ് ഈ പണി ചെയ്യുന്നത് എന്നാണ് റോബിൻ മറുപടി പറഞ്ഞത്. സത്യത്തിൽ താൻ അടിമയാണെന്നും ഇവിടെ കുടുങ്ങിപ്പോയതാണെന്നും ഒന്നും അയാളോട് പറയാനുള്ള ധൈര്യം ആ സമയത്ത് റോബിന് ഉണ്ടായിരുന്നില്ല. താമസിയാതെ തന്നെ മുന്നാൻ സാക്ക് പ്രഭു അയാളുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങോട്ടേക്കാണ് നമ്മുടെ റോബിനും പോകേണ്ടത്. താൻ പോയിട്ട് തന്നെ 3 ദിവസങ്ങൾക്ക് ശേഷം തന്റെ പുറകെ അനുഗമിക്കാനായിരുന്നു ഈ റോബിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ റോബിനും കൂട്ടരും കാലുകളെയും കൊണ്ട് അടുത്ത യാത്ര ആരംഭിച്ചു. ഈ അഫറർ പ്രഭുവിന്റെ സ്ഥലത്ത് നിന്ന് ഇനി മുന്നാൻ സാക്കിന്റെ അങ്ങോട്ടേക്കാണ് ഇവരുടെ യാത്ര. അഫറർ പ്രഭു താമസിക്കുന്ന യോങ്കോർവോ മലകളുടെ താഴ്വരയിൽ എത്തിയതോടെ മണ്ണിന്റെ നിറവും ഘടനയും ആകെയുള്ള ഭൂപ്രകൃതിയും പൊടുന്നനെ മാറിയത് ഈ റോബിൻ ശ്രദ്ധിച്ചു. മഞ്ഞ നിറമുള്ള പശയുള്ള കളിമണ്ണ് പോലെയായിരുന്നു ആ ഭാഗങ്ങളിലെ ഈ നിലം പൊതുവെ കാണപ്പെട്ടത്.
ഇതുവരെയും മണലിൽ ചവിട്ടി നടന്ന് ശീലിച്ച അവന് ആദ്യമൊക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും പിന്നീട് അതുമായിട്ട് ഈ റോബിൻ അങ്ങ് പൊരുത്തപ്പെട്ടു. ഈ പ്രദേശങ്ങളിലെ മരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അത് ഈ വളമൊന്നുമില്ലാതെ നേരെ നിവർന്നു നിൽക്കുന്നതും താരതമ്യേന ഉയരക്കൂടുതലുള്ളവയും ആയിരുന്നു. ഒരു പ്രത്യേകതരം കാട്ടുകാളകൾ ഈ പ്രദേശങ്ങളിൽ ഉള്ളതായിട്ട് റോബിൻ മുൻപ് കേട്ടിട്ടുണ്ട്. അവറ്റകളെ ഒന്ന് കാണണമെന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നു. കുറെ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ കാട്ടുകാലികൾ കൂട്ടമായിട്ട് നടന്നുപോയ വഴികൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് ഉച്ചയോടെ തണലുള്ള ഒരു പ്രദേശം കണ്ടെത്തിയിട്ട് അവരവിടെ അങ്ങ് വിശ്രമിച്ചു. ഈ പ്രദേശങ്ങൾ കാഴ്ചയ്ക്ക് അതിമനോഹരമായിരുന്നു എന്നാണ് റോബിൻ പറയുന്നത്. പച്ച തഴപ്പുള്ള മരങ്ങളും ചെറിയ അരുവികളും വഴിയിലുടനീളം ഉണ്ടായിരുന്നു. അങ്ങകലെ ഒരു മരത്തിൻ്റെ കീഴെ 2-3 കാട്ടുകാളകൾ നിൽക്കുന്നത് കണ്ടതോടെ അത് കൂടെയുള്ളവർ റോബിന് കാണിച്ചു കൊടുത്തു. ഇവനിതുവരെ കണ്ടിട്ടില്ലല്ലോ. അവറ്റകളെ അടുത്ത് കാണാനുള്ള ആഗ്രഹത്തിൽ റോബിൻ ഒരു തോക്കൊക്കെ എടുത്തിട്ട് സാവധാനം ശബ്ദമുണ്ടാക്കാതെ മുന്നോട്ട് നീങ്ങി. നമ്മൾ ഈ റോബിൻ ഈ ഒരു യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മിയോവാരോ ഇവൻ്റെ സംരക്ഷണത്തിനും ഈ കാലികളുടെ സംരക്ഷണത്തിനുമൊക്കെ വേണ്ടിയിട്ട് 1-2 തോക്കുകൾ ഇവൻ്റെ കൈവശം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കാട്ടുകാലികളെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കണ്ടതോടെ കൂടുതൽ അടുത്ത് കാണുവാൻ വേണ്ടിയിട്ട് ഒരു തോക്ക് എടുത്തുകൊണ്ട് നമ്മുടെ റോബിൻ അങ്ങോട്ടേക്ക് സാവധാനം പമ്മി പോവുകയാണ്. ഇരുവശങ്ങളിലും ഒരാളുടെ അത്രയും ഉയരമുണ്ടായിരുന്ന പുല്ലുകൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നിലത്ത് കുനിയാതെ തന്നെ ഈ കാട്ടുകാളകളുടെ കൂടുതൽ അരികിലേക്ക് ചെല്ലുവാനായിട്ട് റോബിന് സാധിച്ചു. അപ്പോഴാണ് മറ്റൊരു ദിശയിൽ നിന്നും 2-3 കാളകൾ ഇവൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നത് ഈ റോബിൻ കണ്ടത്. പേടിച്ചേരേണ്ട ആ കാളകളുടെ കണ്ണുകൾ തീ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. തുറന്നു പിടിച്ച വായിലൂടെ പത പുറത്തേക്ക് ചാടുന്നുണ്ട്. എന്തോ കണ്ട് വിരണ്ടിട്ടാണ് അവ ഇങ്ങനെ ഓടി വരുന്നത് എന്ന് ഉറപ്പാണ്. ഭയന്നുപോയ റോബിൻ എന്ത് ചെയ്തു? സ്വയരക്ഷയ്ക്കായിട്ട് ഓടി വരുന്ന കാട്ടുകാളകളെ നോക്കിയിട്ട് വെടിയങ്ങ് വെച്ചു. വെടിശബ്ദവും കൂടെ കാളകളുടെ അലർച്ചയും. ഓടാൻ ത്രാണിയില്ലായിരുന്ന റോബിന് എന്തും വരട്ടെ എന്ന് കരുതിയിട്ട് മുഖം പൊത്തിയിട്ട് നിലത്തങ്ങ് കുനിഞ്ഞെങ്കിരുന്നു. ഇതേ സമയം കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കൂവിക്കൊണ്ട് ഓടി അകലുന്നത് അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. താൻ എത്ര സെക്കൻഡുകൾ അതേ ഇരിപ്പിൽ കണ്ണടച്ചിരുന്നു എന്ന് റോബിന് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. കുറച്ചൊന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൻ സാവധാനം ധൈര്യം സംഭരിച്ചിട്ട് മുഖമൊന്ന് ഉയർത്തി നോക്കി. ഓടിപ്പോയവരെ ആ സമയം കൊണ്ട് തിരികെ എത്തിയിട്ടുണ്ട്. വെടിയേറ്റ കാള പ്രാണവേദന കൊണ്ട് നിലത്ത് കിടന്ന് പിടയ്ക്കുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ അടുത്ത് ചെന്നിട്ട് കഴുത്ത് കണ്ടിച്ചിട്ട് ആ കാളയെ അപ്പോൾ തന്നെ വകവരുത്തി. അത് കണ്ടതോടെ ദീർഘശ്വാസം വിട്ട റോബിൻ സാവധാനം ചിരിച്ചുകൊണ്ട് നിലത്തു നിന്നും എഴുന്നേറ്റു. ആദ്യമൊക്കെ തൻ്റെ ഭീരുത്വം ഓർത്തിട്ട് അവന് ലജ്ജ തോന്നിയെങ്കിലും മനസ്സിലെവിടെയോ ഉണ്ടായിരുന്ന ധൈര്യമാണ് ഇതൊക്കെ കാണിക്കുവാനായിട്ട് തന്നെ പ്രാപ്തനാക്കിയത് എന്ന് ഓർത്തിട്ട് അവൻ സ്വയം അഭിമാനിച്ചു. ഇതേ സമയം റോബിൻ്റെ കൂട്ടുകാർ കാളയെ ശ്രദ്ധാപൂർവം അറുത്തു തുടങ്ങി. ഇംഗ്ലണ്ടിലെ കാളകളെക്കാളും വലിപ്പം ഇവയ്ക്കുണ്ട് എന്നാണ് റോബിൻ പറയുന്നത്. എന്നാൽ കരച്ചിലിൻ്റെ ശബ്ദം അത്രയ്ക്കില്ലതാനും. ദ്വീപിലെ വിജനമായിട്ടുള്ള കോണുകളിൽ അകപ്പെട്ടു പോകുന്ന ആളുകൾക്ക് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഇത്തരം കന്നുകാലികൾ ഭക്ഷണത്തിൽ ഉപകരിക്കും. വെടിയേറ്റതിന് ശേഷം കുറേയേറെ ദൂരം ഓടിത്തളർന്ന ശേഷമാണ് ഇവറ്റകൾ ചത്തു വീഴുക. അതിനാൽ തന്നെ ഈ കാട്ടുകാളകളുടെ ഇറച്ചിക്ക് പ്രത്യേക രുചിയാണ് എന്നാണ് മലവാസികൾ പറയുന്നത്. ഇവിടെ നിന്നും ഇനി മുന്നോട്ടേക്ക് കിടക്കുന്ന വിജനമായ കാട്ടുമൈതാനങ്ങളിൽ ഇത്തരം ആയിരക്കണക്കിന് കാലികളാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ഇവിടെയുള്ള ആളുകൾ വളർത്തുന്ന സെബു എന്ന ഇനം കാലികളുടെ ഇനം തന്നെയാണ് ഈ തെക്കൻ മഡഗാസ്കറിലെ മൈതാനങ്ങളിലൂടെയും ഈ കാട്ടിലൂടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. മഡഗാസ്കറിലെ തെക്കൻ പ്രദേശങ്ങളിലെ ഏറ്റവും നല്ല ഭാഗങ്ങളിലൂടെയാണ് നമ്മുടെ ഈ റോബിനും കൂട്ടരും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തേനും കിഴങ്ങുകളും ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മറ്റു ഫലങ്ങളും ഒക്കെ നിറഞ്ഞ ഇവിടെ റോബിൻ ഇതുവരെയും താമസിച്ച നാട്ടിലെ പോലെ ആഹാരത്തിനായിട്ട് ഇതൊന്നും കൃഷി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒട്ടുമിക്ക വിഭവങ്ങളും പ്രകൃതിയിൽ നിന്ന് തന്നെ നേരിട്ട് ഇവർക്ക് ലഭിക്കും. ഇവിടുത്തെ വനവിഭവങ്ങളിൽ ഏറ്റവും രുചികരമായിട്ടുള്ളത് ഓവി ഫൗച്ചി എന്ന ഇനം കിഴങ്ങാണ്. ഇത് മഡഗാസ്കറിലെ അനേകം കാട്ടുകിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഒന്നാണ്. ഇത്തരം കിഴങ്ങുകൾക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു തുടയുടെ വലുപ്പം തന്നെ ഉണ്ടാവാറുണ്ട്. അത് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ റോബിനെയും കൊണ്ട് തൊട്ടടുത്തുള്ള ഒരു വനത്തിലേക്ക് കയറി. അവിടെ സാമാന്യം വലിപ്പമുള്ള ഒരു വൃക്ഷത്തിന് ചുറ്റും അതിനെ ആകമാനം മൂടിക്കൊണ്ട് ഒരു വലിയ വള്ളിച്ചെടി പടർന്ന് കയറി കിടപ്പുണ്ടായിരുന്നു. റോബിൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിൽ കായ്കളൊന്നും തൂങ്ങിക്കിടക്കുന്നത് കണ്ടില്ല. അതേസമയം കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചെടിയിൽ നിന്നും കുറച്ച് അനേകം അടി ദൂരെ മാറിയിട്ട് എന്നാൽ ആ ചെടിക്ക് ചുറ്റും വൃത്തത്തിൽ നടന്നുകൊണ്ട് കുന്തങ്ങൾ കൊണ്ട് നിലത്ത് കുത്തി നോക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് എന്തോ ഒരു മാറ്റം തിരിച്ചറിഞ്ഞ അവര് അവിടെ താഴേക്ക് കുഴിക്കുവാനായിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അസാമാന്യ വലിപ്പമുള്ള ഒരു കിഴങ്ങ് അവിടെ തെളിഞ്ഞു വന്നു. അവർ ശ്രദ്ധാപൂർവം അത് മാന്തി പുറത്തേക്കെടുത്തു. പുറമേ ചുവന്ന തൊലി ഉണ്ടായിരുന്നുവെങ്കിലും അകത്ത് വെള്ള നിറമായിരുന്നു അതിനുണ്ടായിരുന്നത്. തണ്ണിമത്തൻ പോലെ മൃദുവായിട്ടുണ്ടായിരുന്ന ആ കിഴങ്ങ് അവർ മതി വരുവോളം കഴിച്ചു. ഇറച്ചിയും പാലും ഒരുമിച്ച് കഴിച്ച പ്രതീതിയായിരുന്നു റോബിന് അപ്പോൾ തോന്നിയത്. ഇത്തരം കിഴങ്ങുകൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള വിജനമായിട്ടുള്ള പ്രദേശങ്ങളിൽ ആളുകൾക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ സർവൈവ് ചെയ്തു പോകാനായിട്ട് സാധിക്കും. അങ്ങനെ പിറ്റേ ദിവസമായി. ആ ദിവസം വളരെയധികം രസകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. മുന്നാൻ സാക്ക് പ്രഭു വഴിയിൽ അവരെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. രസകരമായിട്ടുള്ള ഒരു വേട്ട നടത്തുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ കാത്തു നിൽക്കുന്നത്. വലിയൊരു പുൽ മൈതാനമായിരുന്നു രംഗം. അവിടെ അകലെ ഒരു കൂറ്റൻ കാട്ടുകാള ഒറ്റയ്ക്ക് മേയുന്നുണ്ട്.
മുഴുവൻ സംഘത്തിനും കഴിക്കാനുള്ള മാംസം അവൻ്റെ ദേഹത്തുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോവും അതിനെ കണ്ടു കഴിഞ്ഞാൽ. അവനെ തോക്കില്ലാതെ തന്നെ ദ്വീപിലെ പരമ്പരാഗത രീതി അനുസരിച്ചിട്ട് പിടികൂടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ മുന്നാൻ സാക്ക് പ്രഭു ശ്രമിക്കുന്നത്. ആദ്യമേ തന്നെ തൻ്റെ സ്വന്തം കാലിക്കൂട്ടത്തിൽ നിന്നും കൊള്ളാവുന്ന കുറച്ച് പശുക്കളെ അദ്ദേഹം തിരഞ്ഞെടുത്തു. എന്നിട്ട് അവറ്റകളെ കാട്ടുകാളകളുടെ അരികിലേക്ക് പതുക്കെ നടത്തിവിട്ടു. പശുക്കളുടെ മറവിൽ നീണ്ട കുന്തങ്ങളുമായിട്ട് മുന്നാൻ സാക്കും പരിചയസമ്പന്നരായിട്ടുള്ള ഏതാനും വേട്ടക്കാരും പതുങ്ങി പതുങ്ങി നീങ്ങുന്നുണ്ടായിരുന്നു. പെണ്ണുങ്ങളെ കണ്ടതോടെ ഈ നമ്മുടെ കാളക്കൂറ്റൻ ആശാൻ തീറ്റ നിർത്തിയിട്ട് തലയുയർത്തി ഒന്ന് നോക്കി. പക്ഷെ ആ മണ്ടൻ കാള പശുക്കളെ അല്ലാതെ അവയുടെ പുറകിൽ മറവിൽ ഇഴഞ്ഞു വരുന്ന മനുഷ്യക്കോലങ്ങളെ തീരെ കണ്ടതേയില്ല. അവൻ മുക്കറയിട്ട് പതുക്കെ പതുക്കെ പശുക്കളെ സമീപിച്ചു. കാള തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും മുന്നാൻ സാക്ക് കുന്തം കൊണ്ട് അവനെ ആഞ്ഞു കുത്തി. സ്വാഭാവികമായിട്ടും പശുക്കൾ വിരണ്ടോടി റോബിൻ്റെയും കൂട്ടരുടെയും അരികിൽ തിരികെ എത്തിച്ചേർന്നു. മുറിവേറ്റ കാട്ടുകാള വട്ടത്തിൽ തിരിഞ്ഞിട്ട് ഒരു പ്രതിരോധത്തിന് ശ്രമിച്ചെങ്കിലും അത് നടക്കാതെ വന്നതോടെ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞു വന്ന അനേകം കുന്തമുനകളെ ചേർത്തിട്ട് രക്തം വാർന്നുകൊണ്ട് അധിക ദൂരെ ഓടുവാനായിട്ട് ആ കാളയ്ക്ക് സാധിച്ചില്ല. ഒടുക്കം മൈതാനത്തിന്റെ ഒത്ത നടുവിൽ അവൻ നിന്നു. ഒരാൾ കുന്തമെറിയുമ്പോഴേക്കും അവൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കും. അപ്പോഴേക്കും മറ്റൊരാൾ മറ്റൊരു വശത്ത് നിന്ന് ഇവന്റെ നേർക്ക് കുന്തമെറിയും. അപ്പോഴേക്കും ഇവന് അങ്ങോട്ടേക്ക് തിരിയും. അങ്ങനെ തിരിഞ്ഞ് അവസാനം ആ കൂറ്റൻ മൃഗം അവിടെ ചത്തു മലച്ചു. എന്തായാലും അവരുടെ അന്നത്തെ സദ്യ ഗംഭീരം തന്നെയായിരുന്നു. ഇങ്ങനെ ഈ വേട്ടെല്ലാം കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരത്തോടെ അവരെല്ലാവരും ചെറിയൊരു വനത്തിൽ പ്രവേശിച്ചിട്ട് രാത്രിയിൽ അവിടെ തന്നെ കിടന്നുറങ്ങി. അന്നത്തെ ദിവസം ധാരാളം കാട്ടുകിഴങ്ങുകളും ആ ഏരിയയിൽ നിന്ന് തന്നെ അവർക്ക് ലഭിച്ചു. റോബിന് പക്ഷേ എല്ലാ ദിവസവും തൻ്റെ കാലികളെ പ്രത്യേകം മാറ്റിക്കെട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവറ്റകൾ കാട്ടുകാലികളുടെ കൂട്ടത്തിൽ ചെന്ന് കയറുകയും പിന്നീട് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസമാവുകയും ചെയ്യും. അടുത്ത ദിവസം ഉച്ചയോടെ അവർ ഒരു അരുവിയുടെ തീരത്ത് എത്തിച്ചേർന്നു. ഈ ഭാഗത്തെ ഏറ്റവും വലിയ മലയിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. ഇതിനുശേഷം അവർ വലിയൊരു സമതലം അങ്ങോട്ടേക്കാണ് പ്രവേശിച്ചത്. ധാരാളം പുല്ല് നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു അത്. അന്നത്തെ ദിവസം വൈകുന്നേരവും അവർ ആ ഒരു അരുവിയുടെ തീരത്ത് തന്നെയാണ് തമ്പടിച്ചത്. നല്ല തേനും കാട്ടുകിഴങ്ങുകളും അവിടെ നിന്നും ധാരാളം അവർക്ക് ലഭിച്ചു. വലിയൊരു ബോവാബാവു മരത്തിന്റെ പൊത്തിൽ നിന്നാണ് നമ്മുടെ റോബിൻ തേൻ കണ്ടെത്തിയത്. വളരെ ശ്രദ്ധയോടെ പുക കൊടുത്ത് തേനീച്ചകളെ അകറ്റിയിട്ട് കുറേയേറെ തേന് അവൻ സംഭരിച്ചു. അതിൽ നല്ലൊരു ഭാഗം അപ്പോൾ തന്നെ നമ്മുടെ ഈ മുന്നാൻ സാക്ക് പ്രഭുവിന് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനത് ചെയ്തത്. അന്ന് രാത്രിയിൽ പതിവിലും കൂടുതൽ ഇരുട്ട് ഉണ്ടായിരുന്നു. മുന്നാൻ സാക്കും കൂട്ടരും ഒരു വേട്ടയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് നമ്മുടെ റോബിൻ ശ്രദ്ധിച്ചു. നല്ല ഇരുട്ടുള്ള ഇത്തരം രാത്രികളിലാണ് ഇവർ വേട്ടയ്ക്കിറങ്ങുക. തന്നെ കൂടെ കൂട്ടുവാനുള്ള റോബിൻ്റെ അപേക്ഷ അവരെന്തായാലും കേൾക്കുക തന്നെ ചെയ്തു. ദേഹം മുഴുവനും കഴുകുക എന്നതാണ് ഒരു വേട്ടക്കാരൻ ആദ്യമായിട്ട് ചെയ്യേണ്ട പ്രവൃത്തി. അവരുടെ ദേഹത്തുള്ള വിയർപ്പ് നാറ്റം മൃഗങ്ങൾക്ക് ലഭിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സാധാരണ ഇത്തരം വേട്ടകൾക്ക് നമ്മുടെ ഈ മിയാവാറുടെ കൂടെ പോകുന്ന സമയത്ത് 2 കുന്തങ്ങളാണ് നമ്മുടെ റോബിൻ എടുക്കാറുള്ളത്. എങ്കിലും ഇപ്പോഴും 1 മതി എന്നാണ് ഇപ്പോഴും കൂടെയുള്ള ആളുകൾ ഇവനോട് പറയുന്നത്. ഈ കാട്ടുകാലികൾ സാധാരണ രാത്രി കാലങ്ങളിലാണ് മേയാനായിട്ട് ഇറങ്ങുക. പക്ഷെ സദാസമയവും പരിസരം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും ഇവറ്റകൾ നിൽക്കുന്നത്. ചെവി കൂർപ്പിച്ചും മൂക്ക് വിറപ്പിച്ചും ഇവർ എപ്പോഴും ജാഗരൂകരായിരിക്കും. അങ്ങ് താഴ്ഭാഗങ്ങളിൽ നിന്നും കാളക്കൂറ്റന്മാരുടെ മുരൾച്ച ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അതിനാൽ സ്ഥലം കണ്ടെത്തുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നേരെ അങ്ങോട്ട് ചെല്ലുന്നതിന് പകരം ഒന്ന് വളഞ്ഞിട്ടാണ് അവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങിയത്. കാരണം കാറ്റിലൂടെ ഇവരുടെ ഗന്ധം അവറ്റകൾക്ക് കിട്ടിക്കൂടാ. നല്ല ഉയരമുള്ള ആനപ്പുല്ലുകൾ അതിൻ്റെ അഗ്രങ്ങൾ കൈകൊണ്ട് വളച്ച് സാവധാനം ശബ്ദമുണ്ടാക്കാതെ അവറ്റകളുടെ അരികിലേക്ക് ഇവർ സാവധാനം നീങ്ങി. പെട്ടെന്ന് കാലുകളെല്ലാം തീറ്റ നിർത്തിയിട്ട് തല ഉയർത്തിയിട്ട് നിശ്ചലമായിട്ട് നിൽക്കുന്നതാണ് ഇവർ കണ്ടത്. അവരുടെ സാമീപ്യം അവർ ഗ്രഹിച്ചോ എന്ന് സംശയിച്ച മുന്നാൻ സാക്കും കൂട്ടരും ശ്വാസമെടുക്കാതെ അനങ്ങാതെ നിന്നു. എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ കാലുകൾ വീണ്ടും പഴയതുപോലെ പുല്ല് തിരുവാനായിട്ട് തുടങ്ങിയതോടെ അവർ വീണ്ടും നടന്നു തുടങ്ങി. റോബിൻ ഏറ്റവും പുറകിലായിരുന്നു നടന്നിരുന്നത്. അവന്റെ വെളുത്ത തൊലി രാത്രിയിൽ ഇത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, കൂടുതൽ തിരിച്ചറിയാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട് മറ്റുള്ളവർ എന്ത് ചെയ്തു, ഒരു കരിമ്പടം കൊണ്ട് അവന്റെ ദേഹം മറക്കുകയും ചെയ്തു. ഇതിനിടെ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന ആള് ഒരു കാട്ടു പശുവിന്റെ തൊട്ടരികിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അയാള് അതിന്റെ ചാണകം കയ്യിലെടുത്ത് പരിശോധിച്ചു. ആ പശു പാല് തരുന്ന അവസ്ഥയിലുള്ളതാണെങ്കിൽ ഇവർ ഉപദ്രവിക്കില്ല. എന്നാൽ ഈ പശു അങ്ങനെയുള്ളതല്ല എന്ന് മനസ്സിലാക്കിയ അയാള് തന്റെ കുന്തം കൊണ്ട് മിന്നൽ വേഗത്തിൽ ആ ജന്തുവിന്റെ വയറ്റിൽ കുത്തിയിറക്കുകയും അതേ വേഗത്തിൽ തിരികെ വലിച്ചൂരിയെടുക്കുകയും ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഈ കാട്ടുപശു ഒരു പക്ഷേ വിചാരിക്കുന്നത് കൂട്ടത്തിൽ തന്നെയുള്ള ഏതോ ഒരു മൃഗം തന്നെ കുത്തിയെന്നാണ്. അതുകൊണ്ട് കൂടുതൽ വെകിളി പിടിക്കാതെ ചെറിയൊരു ശബ്ദം വെച്ചിട്ട് അത് ചുറ്റും കാര്യം മനസ്സിലാവാതെ നോക്കുക മാത്രമാണ് ചെയ്യുക. അല്ലെങ്കിൽ ആ കൂട്ടമാകെ കൂടി വിരണ്ട് 4 പാടും ഓടിയേനെ. ഈ അവസരം മുതലാക്കി സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ വേറെ 2-3 കാലികളുടെ വയറ്റിൽ കൂടി ഇത്തരത്തിൽ കുന്തം കൊണ്ട് സാരമായ മുറിവുണ്ടാക്കി.
രാത്രിയിൽ ഇവറ്റകളെ നേരിട്ട് ആക്രമിക്കുന്ന അബദ്ധമാണ്. അതുകൊണ്ടാണ് ഈ സൂത്രപ്പണി ഒപ്പിക്കുന്നത്. ഇനി നേരം വെളുക്കുമ്പോഴേക്കും മുറിവേറ്റ കാലുകൾ എവിടെയെങ്കിലും അവശരായിട്ട് കിടപ്പുണ്ടാവും. രക്തമൊലിക്കുന്നത് കൊണ്ട് തന്നെ ഇവറ്റകൾ പോയ വഴി കണ്ടുപിടിക്കുവാനും എളുപ്പമാണ്. ഇതാണ് രണ്ടാമത്തെ ഗുണം. എല്ലാം കഴിഞ്ഞ് തിരികെ വരും വഴി ഒരു തമാശ നടന്നു. എവിടെയോ നിന്ന് ഒരു ചെറിയ കാളക്കുട്ടി റോബിന്റെ നേർക്ക് പാഞ്ഞു വന്നു. അത് കുത്താതിരിക്കുവാൻ വേണ്ടിയിട്ട് അവന് അതിന്റെ കൊമ്പിലും കാലിലും വട്ടം പിടിച്ചിട്ട് സഹായത്തിനായിട്ട് നിലവിളിച്ചു. ഇത് കണ്ടിട്ട് കൂടെയുള്ള ആളുകൾ ചിരിച്ച് വശം കെട്ടു. ഒരു ചെറിയ കാളക്കുട്ടിയെ പോലും തോൽപ്പിക്കാനായിട്ട് ധൈര്യമില്ലാത്ത വെള്ളക്കാരൻ അടിമയെ ഓർത്തിട്ടാവും അവരൊരു പക്ഷെ ചിരിച്ചത്. എങ്കിലും അവരോടി വന്ന് അതിനെ കൊന്നിട്ട് അവനെ രക്ഷിച്ചു. എന്തായാലും അന്നത്തെ ഭക്ഷണം കൂടി ഇവർക്ക് നല്ല കുശാലായിട്ട് കഴിക്കാനായിട്ട് സാധിച്ചു. രാത്രി കാലങ്ങളിൽ ഈ കാട്ടുപശുക്കൾ ചാണകമിടുവാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഒളിഞ്ഞു ചെന്ന് അകം പൊള്ളയായിട്ടുള്ള കാളക്കൊമ്പിൽ ഇവറ്റകളുടെ പാല് കാർന്നെടുത്തുകൊണ്ട് വരുന്ന ധീരന്മാരും ഇവരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് റോബിൻ പറയുന്നത്. നമ്മുടെ ഈ മുന്നാൻ സാക്ക് പ്രഭുവിന്റെ ഗ്രാമത്തിലേക്ക് ഇനിയും വളരെയേറെ ദൂരമുണ്ടായിരുന്നു. കാളവേട്ട കഴിഞ്ഞ് 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും രസകരമായിട്ടുള്ള മറ്റൊരു സംഭവം കൂടി നടന്നു. ഒരു ദിവസം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വളർത്തു നായ്ക്കള് അസാധാരണ വിധം ഒച്ചയിട്ടുകൊണ്ട് വലിയൊരു കുറ്റിക്കാട്ടിലേക്ക് ഓടുന്നത് എല്ലാവരും കണ്ടു. കൂറ്റിനൊരു കാട്ടുപന്നിയെ കണ്ടിട്ടാണ് നായ്ക്കൾ ഇത്തരത്തിൽ ബഹളം വെക്കുന്നത് എന്നാണ് കൂടെയുള്ളവർ പറഞ്ഞത്. കാലെടുത്ത് പോലും വെക്കുവാനായിട്ട് സ്ഥലമില്ലാതെ ഇടതിങ്ങി നിൽക്കുന്ന വലിയൊരു കുറ്റിക്കാടിന് ചുറ്റും നിന്നാണ് ഈ നായ്ക്കൾ ഇപ്പോഴും ബഹളം വെക്കുന്നത്. കാട്ടുപന്നി കയറിപ്പോയ വഴി അവറ്റകൾക്ക് പിടികിട്ടിയില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്. എന്നാൽ ചുറ്റോട് ചുറ്റും ഓടി നോക്കിയ ഈ ബുദ്ധിമാന്മാരായിട്ടുള്ള നായക്കൂട്ടം അകത്തേക്ക് കയറിപ്പോകാനുള്ള ചെറിയൊരു വിടവ് കണ്ടെത്തി. പക്ഷെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ആ വഴിയിൽ അസാമാന്യ വലിപ്പമുള്ള ഒരു കാട്ടുപന്നി അവരെ എതിരിടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽപ്പുണ്ടായിരുന്നു. നായ്ക്കളുടെ കുരയും പന്നികളുടെ മുക്രയും കൂടി ആകെ ഒരു വലിയൊരു സമരഭൂമിയുടെ അന്തരീക്ഷമാണ് പൊടുന്നനെ അവിടെ സംജാതമായത്. ഈ സമയത്ത് ഈ ഒരു വലിയ പന്നിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റ് കാട്ടുപന്നികൾ കൂടിയിട്ട് കുറ്റിക്കാടുകളിൽ നിന്നും തല കാണിച്ചതോടെ രംഗം അങ്ങ് കൊഴുത്തു. ഇതിനിടെ പന്നിയുടെ വെട്ടേറ്റിട്ട് മുന്നാൻ സാക്കിന്റെ വെളത്തു നായിക്ക് കാര്യമായ പരിക്കും പറ്റി. അതോടുകൂടിയിട്ട് കുപിതനായിട്ടുള്ള അദ്ദേഹം ആ പന്നിയെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. എന്നാൽ കൂടുതൽ പന്നികൾ ആക്രമണത്തിന് എത്തിയതോടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്ന റോബിനും കൂട്ടരും കൂടി കുന്തങ്ങളൊക്കെ എടുത്തുകൊണ്ട് കാട്ടിലേക്ക് കയറി. പന്നികൾ നിൽക്കുന്നതിന്റെ പുറകിലായിട്ട് ഒരു വഴി തെളിച്ചെടുത്തിട്ട് അവയെ നേരിട്ടു. അവറ്റകളാട്ടെ സ്വയരക്ഷയ്ക്കായിട്ട് കണ്ണും മെയ്യും മറന്ന് പോരാടുകയാണ് ചെയ്തത്. വലിയൊരു യുദ്ധത്തിന് സമാനമായിട്ടുള്ള അലർച്ചകളും ബഹളങ്ങളുമാണ് പിന്നീട് കുറച്ച് സമയം അവിടെ നിന്ന് കേൾക്കാൻ സാധിച്ചത്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വിരലിൽ എണ്ണാവുന്നത്ര പന്നികളെ അവർ കൊല്ലുകയും അതിലേറെ എണ്ണത്തെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ബാക്കിയുണ്ടായിരുന്ന പന്നികൾ 4 ചുറ്റും 4 ദിശകളിലേക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടിപ്പോയെങ്കിലും നായ്ക്കൾ അവയെ കുറേയേറെ ദൂരം പിന്തുടർന്നു. കൂട്ടത്തിൽ കൊഴുത്ത ഒരു പന്നിയെ മാത്രമാണ് മുന്നാൻ സാക്ക് എടുത്തത്. കാരണം പന്നിയിറച്ചി പലർക്കും ഇഷ്ടമില്ലായിരുന്നു. റോബിനും ഇത് കഴിക്കാനായിട്ട് വിസമ്മതിച്ചു. കാരണം ഇപ്പോഴവൻ തന്റെ യജമാനനായിട്ടുള്ള മിയാവാരുടെ ഔദ്യോഗിക കാളവെട്ടുകാരനാണ്. ഈ പന്നിയിറച്ചി എങ്ങാനും കഴിച്ചിട്ട് ഇവന്മാരെ അശുദ്ധനായി എന്ന് പറഞ്ഞിട്ട് ഈ പദവിയിൽ നിന്ന് അവനെ മാറ്റുവോ പദവി നഷ്ടപ്പെടുവോ എന്നുള്ള ഭയം ഈ റോബിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ പന്നിയിറച്ചി കഴിക്കാതിരുന്നത്. തൊട്ടടുത്ത ദിവസം മുന്നാൻ സാക്ക് പ്രഭു ഈ റോബിന്റെ അരികിൽ വന്ന ശേഷം ചില കാര്യങ്ങൾ അവനോടായിട്ട് പറഞ്ഞ് പ്രത്യേകം ഏൽപ്പിച്ചു. ആവശ്യമുള്ളത്ര ഇറച്ചി ഇന്ന് തന്നെ കയ്യിൽ കരുതിക്കൊള്ളണം. നാളെ മുതൽ ഇറച്ചി കിട്ടാനുള്ള സാധ്യത കുറയും. എന്നാൽ തന്നോട് ഇപ്പോൾ ദേഷ്യമുണ്ടോ എന്ന ചോദ്യമാണ് ഈ റോബിൻ അയാളോട് തിരിച്ചു ചോദിച്ചത്. കാരണം അതിന് പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. തലേ ദിവസം രാത്രി എല്ലാവരും കഥകൾ പറയുന്ന സമയത്ത്, വട്ടം കൂടിയിരിക്കുന്ന സമയത്ത് അവർക്കുണ്ടായ സ്വപ്നങ്ങളെ പറ്റിയിട്ട് മറ്റുള്ള ആളുകളോട് അവർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഈ സ്വപ്നങ്ങൾ ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങളാണെന്നും അതൊക്കെ സംഭവിക്കുമെന്നൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. എന്നാൽ റോബിൻ അതിനെ പരിഹസിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവൻ അയാളോട് തന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചത്. എന്നാൽ ഇതൊന്നും ദേഷ്യപ്പെടാനുള്ള കാരണങ്ങളല്ല എന്നാണ് മുന്നാൻ സാക്ക് അവനോട് പറഞ്ഞത്. എന്നാൽ റോബിൻ എന്ത് ചെയ്തു? ആ അവസരം മുതലാക്കിയിട്ട് സ്വയം ഒരു സ്വപ്നം ക്രിയേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കേൾപ്പിച്ചു. ഉറക്കത്തിൽ അവൻ തന്റെ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ എത്തിയതായിട്ട് കണ്ടെന്നും ധാരാളം പണവും മറ്റും അവന് ലഭിച്ചതായിട്ട് തോന്നിയെന്നുമാണ് റോബിൻ അയാളോട് കളവ് പറഞ്ഞത്. എന്നാൽ ഈ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റ താന് ഈ ദ്വീപിലെ കാട്ടിലിടത്താണ് ഒറ്റപ്പെട്ട് കിടക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആകെ വിഷമിച്ചു പോയെന്നും നമ്മുടെ ഈ റോബിൻ ഇദ്ദേഹത്തോട് സൂത്രത്തിൽ തട്ടിവിട്ടു. എന്തിനാണ് റോബിൻ ഇപ്പോൾ ഈ ആവശ്യമില്ലാത്ത നാടകം കളിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ അവന്റെ മനസ്സിലെ ആഗ്രഹവും ലക്ഷ്യവും, രക്ഷപ്പെടാനുള്ള ആ ഒരു ആഗ്രഹം, ആ ലക്ഷ്യം, അതൊക്കെ ഇദ്ദേഹത്തെ അറിയിക്കുക എന്നതായിരിക്കും ഈ റോബിന്റെ ഉദ്ദേശം. ഇതല്ലാതെ ഇക്കാര്യങ്ങൾ പറയുവാനായിട്ട് മറ്റു വഴികളൊന്നും തന്നെയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് മുന്നാൻ സാക്ക് പ്രഭുവാകട്ടെ പ്രത്യേകിച്ച് മറുപടി ഒന്നും ഈ റോബിനോട് പറഞ്ഞതുമില്ല. അടുത്ത ദിവസം എല്ലാവരും തന്താങ്ങളുടെ വീതം ഇറച്ചി ഉണക്കിയെടുക്കുവാനായിട്ട് വെയിലത്ത് വിരിച്ചിട്ടു. ശേഷം ഭദ്രമായിട്ട് മടക്കിയെടുത്തിട്ട് അവരവരുടെ ഭാണ്ഡങ്ങളിൽ അവർ സുരക്ഷിതമായിട്ട് വെക്കുകയും ചെയ്തു. അങ്ങനെ കാട്ടുകാടുകളുടെ പ്രദേശങ്ങൾ കഴിയാറായി. യാത്രക്കിടയിൽ തേനും വെള്ളവും ചേർത്തിട്ട് ഒരു പാനീയമാക്കിയിട്ടാണ് റോബിൻ തൻ്റെ സഞ്ചിയിൽ വെച്ചിരുന്നത്. വേണ്ടത്ര സാധനങ്ങൾ എല്ലാവരുടെയും കൈവശമുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അവർ വീണ്ടും യാത്ര തുടർന്നത്. അന്ന് വൈകുന്നേരത്തോടെ വഴി 2ആയിട്ട് പിരിയുന്ന ഒരു സ്ഥലത്ത് അവരെത്തിച്ചേർന്നു.
മുന്നാൻ സാക്ക് ഒരു നിമിഷം നിന്ന ശേഷം റോബിന് വേണ്ടുന്ന പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി. അദ്ദേഹം ഇനി മറ്റൊരു വഴിയെയാണ് പോകുന്നത്. റോബിൻ കാലുകളെയും കൂട്ടിയിട്ട് കൂടെയുള്ളവരെ കാണിച്ചു തരുന്ന വഴിയെ സഞ്ചരിച്ചിട്ട് മുന്നാൻ സാക്കിന്റെ കാലുകളെ പരിപാലിക്കുന്ന ഒരാളുണ്ട്, അയാളുടെ അരികിൽ എത്തിച്ചേരണം. ഇതായിരുന്നു അദ്ദേഹം ഈ മുന്നാൻ സാക്ക് നമ്മുടെ റോബിന് കൊടുത്ത നിർദ്ദേശം. അങ്ങനെ റോബിനും കൂട്ടരും രണ്ടാമത്തെ വഴിയിലൂടെ മുന്നോട്ടേക്ക് നടന്നു. അന്ന് വൈകുന്നേരം വലിയൊരു പുഴയുടെ തീരത്താണ് അവർ അന്തി ഉറങ്ങിയത്. ഈ നാട്ടിലെ കാലുകളെല്ലാം ഇവിടെ നിന്നാണ് വെള്ളം കുടിക്കാനായിട്ട് വരുന്നത്, ഇവിടെ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. പിറ്റേ ദിവസം അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘം വെള്ളമെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. വെള്ളക്കാരനായിട്ടുള്ള റോബിനെ അവിടെ കണ്ടിട്ട് അവർ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. സത്യത്തിൽ ഇവിടെയുള്ളവർ വെളുത്ത തൊലിയുള്ളവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. റോബിൻ ആരാണ് എന്ന് കൂടെയുള്ളവരോട് അവർ തിരക്കി. അവരാകട്ടെ ഈ റോബിനെ കാട്ടിലെ കാളകളുടെ കൂട്ടത്തിൽ നിന്നാണ് കിട്ടിയത് എന്ന് അവരോട് തമാശയായിട്ട് പറയുകയും ചെയ്തു. രസം തോന്നിയ റോബിൻ എന്ത് ചെയ്തു, ഈ രംഗം ഒന്ന് കൊഴിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ നേർക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ പാഞ്ഞങ്ങ് ചെന്നു. അവർ പേടിച്ചെറിഞ്ഞ് ഓടി നിലത്ത് വീഴുകയും ചെയ്തു. ഒടുക്ക ഈ കളികളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഈ റോബിൻ അവരോട് ക്ഷമ ചോദിച്ചിട്ട് നാടകം അവസാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, താൻ സാധാരണ മനുഷ്യനാണ്, മറ്റൊരു നാട്ടിൽ ജനിച്ചതാണ്, തൊലി വെളുത്താണ്, അത്ര മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നും ഇല്ല. ശേഷം ഈ ഒരു നദിയുടെ തീരത്ത് നിന്നും 7 മൈലുകളോളം കാട്ടിലൂടെ നടന്നിട്ടാണ് അവർ കാലുകളെ പാർപ്പിക്കുന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. അതായത് ഈ 7 മൈൽ തിരിച്ച് ഈ കാലുകളെയും കൊണ്ട് വന്നാൽ മാത്രമേ കാലുകൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്രയും ദൂരം ആഴ്ചയിൽ 2-3 തവണ താണ്ടി കാലുകളെ വെള്ളം കുടിപ്പിക്കാനായിട്ട് എങ്ങനെ വരും എന്നോർത്തിട്ടായിരുന്നു റോബിന്റെ സങ്കടം. പക്ഷെ ഇതിനൊക്കെ അവർക്ക് അവരുടേതായ വഴികളുണ്ടായിരുന്നു. 10ഓളം ആളുകൾ മാറി മാറി ഊഴമിട്ടാണ് കാലുകളിലൂടെ വരുന്നത്. അതിനാൽ 20 ദിവസങ്ങൾ കൂടുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് ഒരു തവണ ഈ ഒരു പണിക്ക് വരേണ്ടി വരികയുള്ളൂ. ആ നാട്ടുകാർ ആദ്യമായിട്ടാണ് ഒരു വെള്ളക്കാരനെ കാണുന്നതെങ്കിലും റോബിനുമായിട്ട് അവർ വളരെ വേഗം തന്നെ പരിചയത്തിലായി. ഇവിടെ കാളകളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് രാജകുടുംബത്തിൽപ്പെട്ട വലിയ വലിയ ആളുകൾക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ തന്നെ അങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർക്ക് വളരെയധികം ദൂരം സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ മിയവാരോ പ്രഭുവിന്റെ ഔദ്യോഗിക കാളവെട്ടുകാരനായിട്ടുള്ള വെള്ളക്കാരൻ സ്ഥലത്തുള്ളപ്പോൾ ഇനി അവർക്ക് അതിനുവേണ്ടി പോകേണ്ട ആവശ്യമില്ല. റോബിനെ കൊണ്ട് അവർക്കുണ്ടായ പ്രധാന ഗുണവും അതുതന്നെയായിരുന്നു. ഈ പണിക്ക് നല്ലൊരു ഭാഗം ഇറച്ചിയും അവന് പ്രതിഫലമായിട്ട് ലഭിക്കുന്നുണ്ടായിരുന്നു. ബാക്കി വരുന്നത് അയൽക്കാർക്ക് കൊടുത്തതുകൊണ്ട് തന്നെ അവരുടെ പ്രീതി കൂടി റോബിന് ലഭിച്ചു. അങ്ങനെ റോബിൻ ഈ മുന്നാൻ സാക്കിന്റെ കാലുകളെ നോക്കുന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നിട്ട് 6 ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും അശുഭകരമായിട്ടുള്ള ഒരു വാർത്ത അവൻ കേട്ടു. കിരീന്ദ്ര രാജാവ് ഈ മുന്നാൻ സാക്ക് പ്രഭുവിന്റെ ഇളയ സഹോദരനായിട്ടുള്ള നിമേബോലോംബോയുടെ ഗ്രാമം ആക്രമിച്ച് തകർത്ത് കളഞ്ഞു. കൂടാതെ 2 പേരെ വധിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും അനേകം കാലുകളെയും അവർ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. റോമിന്റെ യജമാനായിട്ടുള്ള മിയോവാരുടെ തൊട്ടരികിൽ നടന്ന ഈ ആക്രമണം അവനെ തെല്ലൊന്ന് വേദനിപ്പിച്ചു. കാരണം ഇവനെ പലതവണ ഇദ്ദേഹം ആക്രമിക്കാനും കൊല്ലുവാനും ഒക്കെ ഈ മിയോവാരെ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും മിയോവാരുടെ ഭാര്യ ഇവന്റെ യജമാനത്തെ അവന് ഇഷ്ടമായിരുന്നു, മറക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇത്തരം യുദ്ധത്തിന്റെ വാർത്തകൾ പലപ്പോഴായിട്ട് ഇവന്റെ കാതുകളിൽ പലപ്പോഴും വന്നെത്തുന്നുണ്ടായിരുന്നു. ഒരിക്കല് നല്ലതാണെങ്കിൽ അടുത്ത തവണ ദുരന്തമായിരിക്കും കേൾക്കുന്നത്. എന്തായാലും ഈ വിദൂര ഗ്രാമത്തിൽ തൽക്കാലം താൻ സുരക്ഷിതനാണ് എന്ന് ഓർത്തിട്ട് റോബിന് ആശ്വാസമായി. അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കിടയിലും ദുരിതങ്ങൾക്കിടയിലും റോബിന്റെ ജീവിതം രസകരമായിട്ട് തന്നെ ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. റോബിന് ഇപ്പോൾ മുന്നാൻ സാക്ക് പ്രഭുവിന്റെ കാലുകളെ മേയ്ക്കുന്ന സ്ഥലത്താണല്ലോ ജീവിക്കുന്നത്. ഇവിടെ കന്നുകാലികളെ നോക്കുന്ന ആളുകളിൽ പ്രധാനിയായിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു നാൾ ഈ റോബിന്റെ അരികിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. ഈ ദ്വീപിൽ നീ കാണാത്ത ചില മനുഷ്യവർഗ്ഗങ്ങൾ വേറെയുമുണ്ട്. അവർക്ക് രാജ്യമോ രാജാവോ ഒന്നുമില്ല. കാടുകളിലാണ് താമസം, നാടോടികളാണ്. ഭക്ഷണം കിട്ടുന്നവരെയും ഒരു സ്ഥലത്ത് താമസിക്കും, പിന്നീട് അവിടെ ഉപേക്ഷിക്കും. ഞാനും കുറെ കാലം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ രഹസ്യ കേന്ദ്രങ്ങളും ആചാരങ്ങളും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് കേട്ടതോടെ റോബിൻ കൂടുതൽ തലപ്പരനായി. അയാൾ രസമുള്ള എന്തോ ഒരു കാര്യമാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവന് പിടികിട്ടി. റോബിന്റെ അത്ഭുതം തിളങ്ങുന്ന മുഖം കണ്ടതോടെ അയാൾ കഥ തുടർന്നു. ഞാനൊരു സൂത്രം പറയാം. നീ അവരുടെ മുന്നിൽ ഇവിടുത്തെ രാജകുടുംബാംഗമായിട്ട് അഭിനയിക്കണം. അവര് നമ്മുടെ മുന്നാൻ സാക്ക് പ്രഭുവിനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടേയില്ല. നിന്റെ നിറവും മറ്റും കാണുമ്പോൾ ഏതോ രാജാവാണ് എന്നവർ തെറ്റിദ്ധരിക്കും, ഉറപ്പാണ്. നിന്നെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അവർ ധാരാളം സമ്മാനങ്ങൾ, അതായത് പാല്, തേന്, മറ്റ് കാട്ടുവിഭവങ്ങൾ ഒക്കെ തരും. അങ്ങനെ എല്ലാം കിട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കതെല്ലാം വീതം വെച്ചെടുക്കുകയും ചെയ്യാം. കിട്ടുന്ന സമ്മാനങ്ങളുടെ 3-1 ലഭിക്കുമെന്ന് വാക്കാൽ ഉറപ്പിച്ചതോടെ റോബിൻ രസകരമായിട്ടുള്ള ഈ കളിക്ക് സമ്മതിച്ചു. അദ്ദേഹം ഇപ്പോൾ റോബിനോട് പറഞ്ഞ ആളുകൾ വസീംബ എന്ന ഗോത്രമാകാനാണ് സാധ്യത. ഇവർ ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് തെക്ക് കിഴക്ക് ഏഷ്യയിൽ നിന്നും മഡഗാസ്കറിൽ ആദ്യമെത്തിയ ഉയരം കുറഞ്ഞ മനുഷ്യവർഗമാണ്. ഇവർ പിന്നീട് വന്ന മനുഷ്യഗോത്രങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്നുകൊണ്ട് തന്നെ ഇവരെ ചുറ്റിപ്പറ്റി ഒട്ടനവധി കഥകൾ മഡഗാസ്കർ പുരാണങ്ങളിൽ നമുക്ക് കാണാം. ഇവർ പിന്നീട് നശിച്ചു പോവുകയോ അല്ലെങ്കിൽ മറ്റ് ആളുകളും വർഗ്ഗങ്ങളും ഒക്കെ ആയിട്ട് ഇടകലർന്നു പോവുകയോ അങ്ങനെ ഇല്ലാതാകുകയോ ചെയ്തിരിക്കാമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. വസീംബകളിലെ അവസാന ഗ്രൂപ്പുകളിൽ ഒന്നിനെയാവും റോബിൻ ഇപ്പോൾ കാണാനായിട്ട് പോകുന്നത്.
അങ്ങനെ അടുത്ത കുറച്ച് ദിവസങ്ങൾ ഇവരെന്ത് ചെയ്തു, വിശ്വസ്തരായിട്ടുള്ള 20ഓളം ആളുകളെ കൂടെ കൂട്ടിയിട്ട് ഈ ഒരു നാടകം കളിക്കുവാൻ വേണ്ടിയിട്ട് കടുത്ത പരിശീലനം നടത്തി. റോബിൻ രാജാവ്, കന്നുകാലികളിൽ തലവനായിട്ടുള്ള ആൾ മന്ത്രി, ബാക്കിയുള്ള ആളുകൾ ദാസന്മാര്, ഇങ്ങനെയൊക്കെയാണ് ഇവർ അറേഞ്ച് ചെയ്തത്. എന്തായാലും ഇവിടെയുള്ള ഈ ഒരു കാട്ടുജീവിതത്തിനിടയ്ക്ക് ഇതൊക്കെയാണ് രസം എന്ന് വിചാരിച്ചിട്ട് തന്നെ റോബിൻ ഇതൊക്കെ ശരിക്കും ആസ്വദിച്ചു, രസിച്ചു. പരിശീലനം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ മന്ത്രിയായിട്ട് അഭിനയിക്കുന്ന ആള് ഈ വസീമ്പുകളുടെ അരികിലേക്ക് മുന്നേ ചെന്നിട്ട് ഇങ്ങനൊരു രാജാവ് ഈ വഴി വരുന്നുണ്ട് എന്നുള്ള വിവരം അവരെ അറിയിക്കുകയും ചെയ്തു. അവിടെ എത്തുമ്പോഴേക്കും റോബിനെയും കൂട്ടരെയും സ്വീകരിക്കാനായിട്ട് സകല ഏർപ്പാടുകളും ആ പാവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ തകർത്തങ്ങ് അഭിനയിച്ചു. 2-3 ദിവസങ്ങൾ അവരുടെ കൂടെ ചെലവഴിച്ച് കഴിയുന്നത്ര സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ശേഷം ഈ റോബിനും കൂട്ടരും തിരികെ എത്തി. ശേഷം മുമ്പ് തീരുമാനിച്ചിരുന്നത് പോലെ തന്നെ കിട്ടിയതൊക്കെ വീതം വെച്ചെടുക്കുകയും ചെയ്തു. റോബിന് കിട്ടിയതിൻ്റെ ഒരു ഭാഗം പതിവ് പോലെ തന്നെ കൂടെയുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടും 2-3 മാസങ്ങളിലേക്കുള്ള വിഭവങ്ങൾ അവൻ്റെ കൈവശം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് 1 വർഷം മുഴുവനും സന്തോഷകരമായിട്ട് തന്നെ റോബിൻ അവിടെ കഴിച്ചുകൂട്ടി. പക്ഷേ ഈ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. കാലുകളെയും കൊണ്ട് തിരിച്ചു ചെല്ലുവാൻ വേണ്ടിയിട്ട് മിയവാരോ 2-3 ആളുകളെ റോബിന്റെ അരികിലേക്ക് അയച്ചതോടെ അവന്റെ മുഖത്തെ ചിരിയും സന്തോഷവും അവസാനിച്ചു. കാലുകളുമായിട്ട് റോബിൻ മിയവാരുടെ ഇപ്പോഴത്തെ താവളത്തിലേക്ക് ചെല്ലണം എന്നാണ് കൽപ്പന. ആഭ്യന്തര യുദ്ധം തുടങ്ങിയ ശേഷം ഏതാണ്ട് 1.5 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. മിയോവാരുടെ കൂടെ ഉണ്ടായിരുന്ന കാലുകളൊക്കെ അവർ തിന്നു തീർക്കുകയോ ശത്രുക്കൾ പിടിച്ചെടുക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റോബിനോട് ബാക്കിയുള്ള കാലുകളൊക്കെ ആയിട്ട് മടങ്ങുവാൻ വേണ്ടിയിട്ട് അയാൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ റോബിൻ ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് വന്ന പാതകളൊക്കെയും താണ്ടി മടക്കയാത്ര ആരംഭിച്ചു. കുറ്റിക്കാടുകളും സമതലങ്ങളും കാട്ടുകാളകളുടെ വിഹാര രംഗങ്ങളും അനേക ദിവസങ്ങൾ കൊണ്ട് അവർ നടന്നു തീർത്തു. പതിവ് പോലെ വേട്ടയാടി പിടിച്ച കാലുകൾ തന്നെയായിരുന്നു ഇവരുടെ ഭക്ഷണം. അങ്ങനെ ഏതാനും ദിവസങ്ങൾക്കകം അവര് മുമ്പ് പറഞ്ഞ അഫ്രർ പ്രഭുവിന്റെ അരികിലേക്ക് അവിടെ യോങ്കോർവ മലകളിൽ എത്തിച്ചേർന്നു. ഈ സമയമൊക്കെയും റോബിൻ കടുത്ത നിരാശയിലായിരുന്നു. പോകുന്ന വഴി രക്ഷപ്പെട്ടാലോ എന്ന് ചിന്തിക്കുക പോലും ചെയ്തു. കാട്ടുകാളകളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് അവനിപ്പോൾ അറിയാം. ഒരുപക്ഷെ 1-2 ആഴ്ചകൾ യാത്ര ചെയ്താൽ ഏതെങ്കിലും ഒരു തുറമുഖത്ത് എത്തിച്ചേർന്നേക്കാം. ഇങ്ങനെയൊക്കെ ആലോചിച്ചെങ്കിലും ഇതൊക്കെ ചെയ്യുവാനുള്ള ധൈര്യം ആ സമയം അവനുണ്ടായിരുന്നില്ല. ശേഷം അഫ്രർ പ്രഭുവിന്റെ അരികിൽ നിന്നും അവനും കൂട്ടരും കാതങ്ങൾ താണ്ടി അവസാനം അവന്റെ യജമാനനായിട്ടുള്ള മിയാവാരുടെ താവളത്തിൽ എത്തിച്ചേർന്നു. അവർ റോബിനെയും കൂട്ടരെയും കണ്ടപ്പോഴേക്കും സന്തോഷം കൊണ്ട് മതിമറന്ന് തുള്ളിച്ചാടി. കാരണം ഇവിടെ നിന്ന് പോയതിന്റെ ഇരട്ടിയോളം കന്നുകാലികളൊക്കെ ആയിട്ടാണ് റോബിൻ തിരികെ എത്തിയിരിക്കുന്നത്. കൂടുതൽ കന്നുകാലികളുള്ളവൻ ഇവിടെ കൂടുതൽ ശക്തനാണ്. എന്തായാലും എല്ലാവരും അവനെ അഭിനന്ദിച്ചു. അതായിരുന്നു അവന് കിട്ടിയ ഏക പ്രതിഫലം. അങ്ങനെ തിരിച്ചെത്തിയ റോബിൻ മിയവാരുടെ ഔദ്യോഗിക കശാപ്പുകാരൻ എന്ന പദവിയിൽ തിരികെ പ്രവേശിച്ചു. വീണ്ടും അവന്റെ ജീവിതം വലിയ പരിക്കുകളൊന്നുമില്ലാതെ മുന്നോട്ട് നീങ്ങി. മിമേം പോലംബോ പ്രഭുവിന്റെ കൂടെയാണ് ഈ സമയമൊക്കെയും മിയോവാരെയും കൂട്ടരും ഈ റോബിനുമൊക്കെ താമസിക്കുന്നത്. പഴയതുപോലെ തന്നെ കാലികളെ നോക്കിയായിരുന്നു റോബിന്റെ ജോലി. അവിടെയുള്ള സകല പ്രമാണിമാരും ഇപ്പോഴും 4 കാലികളെ റോബിനെയാണ് ഏൽപ്പിക്കുന്നത്. ഇത് അവനോടുള്ള സ്നേഹം കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഒന്നുമല്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഈ കാലിക്കൂട്ടങ്ങൾക്ക് നേരെ ഒരു അറ്റാക്ക് ആക്രമണം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും സ്വന്തം അടിമകളെ കൊലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. റോബിൻ മാത്രമായിരുന്നു അവിടെ ഊരും പേരും സ്വന്തക്കാരും ഒന്നും ഇല്ലാത്ത ഒരേ ഒരാൾ. അവൻ വധിക്കപ്പെട്ടാൽ കരയാനായിട്ട് ആരുമില്ല. ഈ സമയമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും വലിയ യുദ്ധങ്ങളൊക്കെ തൽക്കാലം അവസാനിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും മുൻപ് മിയാവാരുടെയും റോബിന്റെയൊക്കെ കാലുകളെ തട്ടിക്കൊണ്ടുപോയി യുദ്ധത്തിന് തുടക്കമിട്ട കിരീന്ദ്രയുടെ മക്കളുണ്ടല്ലോ, ചാഹരിയും ഫുർക്കയും ഒക്കെ, അവര് ഒരവസരത്തിനായിട്ട് തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഇതിന്റെ ഇടയിലാണ് റോബിന്റെ കൈവശം ഇപ്പോഴും ധാരാളം കാലുകൾ വന്ന് ചേർന്നിട്ടുണ്ട് എന്ന വാർത്ത അവരറിയുന്നത്. അങ്ങനെ ഒരു ദിവസം റോബിനും കൂട്ടരും കാലുകളെ വെള്ളം കുടിപ്പിച്ച് തിരികെ വരുമ്പോൾ 200ഓളം വരുന്ന ശത്രുക്കൾ അവരെ ആക്രമിച്ചു. കൊല്ലവനെ വെട്ടി തുണ്ടമാക്ക്, ഇങ്ങനെയുള്ള ആക്രോശങ്ങൾ കേട്ടിട്ട് സത്യത്തിൽ റോബിൻ ഞെട്ടിപ്പോയി. ഇവരോട്, ഈ ശത്രുക്കളോട് എതിർത്ത് പ്രതിരോധിച്ച് നിൽക്കുവാനുള്ള സമയമൊന്നും അവന് കിട്ടിയില്ല. അല്ലെങ്കിൽ അതിന് അവൻ തുനിഞ്ഞില്ല. പ്രാണരക്ഷാർത്ഥം ഓടി കുറച്ച് മാറിയുള്ള മരക്കൂട്ടത്തിന് ഇടയിലേക്ക് അവൻ അങ്ങോട്ട് കയറിയിട്ട് അവിടെ ഒളിച്ചിരുന്നു. മുമ്പും ഇത് തന്നെയാണ് ഇവൻ ചെയ്തിട്ടുള്ളത്. നിറയെ മുള്ളുകൾ നിറഞ്ഞ ആ ഒരു ചെറു വനത്തിന്റെ ഉള്ളിൽ അതൊന്നും വകവെക്കാതെയാണ് റോബിൻ ജീവനം കൊണ്ട് ഓടിക്കേറിയത്. അതുകൊണ്ട് തന്നെ അവന്റെ ശരീരം മുഴുവനും മുള്ളുകൾ കൊണ്ട് കീറി വരഞ്ഞു. അവൻ ഓടിപ്പോകുന്നത് കണ്ട ശത്രുക്കളും ഇവന്റെ പുറകെ തന്നെ അങ്ങോട്ടേക്ക് എത്തി. എങ്കിലും മുള്ളുകൾ നിറഞ്ഞ ആ കാടിന്റെ ഉള്ളിലേക്ക് കയറുവാനായിട്ട് അവർക്ക് ആദ്യമൊന്നും അവർക്ക് തോന്നിയില്ല. എന്നാൽ അടുത്ത നിമിഷം കുന്തം കൊണ്ട് കമ്പുകൾ വകഞ്ഞു മാറ്റിയിട്ട് അകത്തേക്ക് കയറുവാൻ വേണ്ടിയിട്ട് അവർ ഒരുമ്പെട്ടു. മരണം തൊട്ട് മുന്നിൽ തന്നെ എത്തിയതായിട്ട് റോബിന് തോന്നി. അവരകത്തേക്ക് കടന്നാൽ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെയില്ല. പക്ഷെ പുടുന്നനെ ഇവിടെ നിന്നുള്ള ആർപ്പ് വിളികൾ കേട്ടിട്ട് അവനെ പിന്തുടർന്ന് നിർത്തിയ ആ ഒരു സംഘം ശത്രുക്കള് തിരിഞ്ഞോടുന്നതാണ് റോബിൻ കണ്ടത്. ആദ്യ ആക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്നും കരകയറിയ റോബിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് വീണ്ടും ആക്രമിക്കാൻ എത്തിയ ശബ്ദമാണ് അവർ കേട്ടത്. അതോടെ റോബിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തിൽ നിന്നും പിന്മാറിയിട്ട് സ്വയം രക്ഷിക്കുക എന്ന അവസ്ഥയിലേക്ക് ശത്രുക്കൾ എത്തിച്ചേർന്നു. ഗത്യന്തരമില്ലാതെ അവർ പിന്തിരിഞ്ഞോടി. കാലികളെ ഒന്നിനെ പോലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചില്ല. എങ്കിലും കുറെ എണ്ണത്തെ പരിക്കേൽപ്പിക്കുവാനും
കുറെ എണ്ണത്തെ കൊല്ലുവാനും അവർക്ക് സാധിച്ചു. ശത്രുക്കൾ മുന്നിൽ നിന്ന് ഓടി മാറിയിട്ടും റോബിൻ ഒളിച്ചിരുന്ന കാട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. അധികം ദൂരെയല്ലാതെ വെടിയൊച്ചകളും മറ്റും മുഴങ്ങിക്കേൾക്കുന്നുമുണ്ട്. ആരെങ്കിലും തന്നെ കണ്ടുപിടിച്ചാലോ എന്ന് ഓർത്തിട്ട് അവൻ ഭയപ്പെട്ട് അവിടെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആക്രോശങ്ങളും വെടിയൊച്ചകളും മെല്ലെ മെല്ലെ അകന്നു പോകുന്നതായിട്ട് അവന് തോന്നി. അതോടുകൂടി റോബിൻ പതുക്കെ പുറത്തേക്കിറങ്ങി. കാടിന്റെ പുറത്ത് ശത്രു സംഘത്തിലെ ഒരാൾ വീണ് കിടപ്പുണ്ടായിരുന്നു. സാരമായിട്ട് പരിക്ക് പറ്റി അയാളുടെ കയ്യിൽ 2 കുന്തങ്ങളും ഉണ്ടായിരുന്നു. റോബിൻ സാവധാനം അയാളുടെ അരികിലേക്ക് പതുക്കെ പതുക്കെ അങ്ങ് ചെന്നു. ഉടൻ തന്നെ അയാളെ തല ഉയർത്തിയിട്ട് അവനെ നോക്കി. ആ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒട്ടും ആലോചിക്കാതെ അയാളുടെ കയ്യിലെ ഒരു കുന്തം റോബിൻ തട്ടിപ്പറിച്ച് കൈവശപ്പെടുത്തി. ഇനി സമയം കളയാനില്ല. ഇയാൾ എഴുന്നേറ്റാൽ ഉറപ്പായിട്ടും തന്നെ ആക്രമിക്കും, കൊല്ലും എന്ന് റോബിന് ഉറപ്പായിരുന്നു. എന്നാൽ ഈ ഒരു വിദൂര ദ്വീപില് ഇത്തരമൊരു ഒറ്റപ്പെട്ട സ്ഥലത്ത് കിടന്ന് മരിക്കുവാനായിട്ട് റോബിൻ തയ്യാറല്ലായിരുന്നു. ഉച്ചത്തിൽ അലറിക്കൊണ്ട് കയ്യിലിരുന്ന കുന്തം കൊണ്ട് റോബിൻ അയാളെ കുത്തി വകവരുത്തി. ഈ സമയത്ത് ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകളും അങ്ങോട്ടേക്ക് ഓടിയെത്തി. ശരീരം മുഴുവൻ മുള്ളുകൊണ്ട് വരഞ്ഞു കീറി രക്തം വാർന്ന് ഒടിഞ്ഞ കുന്തവുമായിട്ട് നിൽക്കുന്ന റോബിന്റെ രൂപം കണ്ട അവര് ഉറപ്പായിട്ടും റോബിന് സാരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്ന് ഊഹിച്ചു. അപ്പോഴേക്കും ഗ്രാമത്തിൽ നിന്നും അവരെ സഹായിക്കുവാനായിട്ട് സ്ത്രീകളും മറ്റുള്ള ആളുകളും എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ജീവനോടെ ബാക്കിയായ കാലുകളെ ഉടൻ തന്നെ തിരികെ കൊണ്ടുപോയി. ആകെ 15ഓളം പശുക്കളെ മാത്രമാണ് അവർക്ക് ജീവനോടെ ലഭിച്ചത്. ആളുകൾ കാലുകളെ തിരക്കി നടക്കുന്ന സമയത്ത് റോബിൻ സാവധാനം മിയോവാരുടെ അരികിലേക്ക് മടങ്ങിയെത്തി. വീണ് കിടന്നിരുന്ന ഒരു ശത്രുവിന്റെ കയ്യിൽ നിന്നും 2 കുന്തങ്ങൾ താൻ കരസ്ഥമാക്കിയതായിട്ട് അദ്ദേഹത്തെ അറിയിച്ചു. അയാളെ താൻ കൊന്നു എന്ന് മിയോവാരോട് പറയാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. കാരണം കൊല്ലപ്പെട്ട ശത്രുവിന് ഇവർക്കിടയിൽ തന്നെ ബന്ധങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് കേൾക്കുന്ന അവർ രഹസ്യമായിട്ട് റോബിനോട് പ്രതികാരം ചെയ്യുവാനും സാധ്യതയുണ്ട്. സത്യത്തില് റോബിൻ പ്രതീക്ഷിച്ചത് പോലെ തന്നെ അങ്ങനെ കുറച്ച് പേര് അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവര് മിയോവാരോട് ഈ വീണ് കിടന്ന ഈ റോബിൻ കൊന്ന ആളിനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിക്കുന്നത് റോബിൻ കേൾക്കുകയും ചെയ്തു. അവർ റോബിനെ അയാളെ കൊന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ ഉറപ്പായിട്ടും റോബിനെ വധിച്ചേനെ, രഹസ്യമായിട്ടെങ്കിലും വധിച്ചേനെ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയ റോബിന്റെ അവസ്ഥ കണ്ടിട്ട് മിയോവാരുടെ ഭാര്യ, ഇവന്റെ യജമാനത്തി, വളരെ അനുകമ്പയോടെയാണ് അവനോട് പെരുമാറിയത്. അവന്റെ ദേഹത്തെ മുള്ളുകൾ മുഴുവൻ എടുക്കുവാനും മുറിവുകൾ കഴുകി തുടയ്ക്കുവാനും വേണ്ടിയിട്ടും അവർ ഒരാളെ പ്രത്യേകം ഏർപ്പാടാക്കുകയും ചെയ്തു. കുറേയേറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് റോബിന്റെ ശരീരം പൂർവ്വസ്ഥിതി പ്രാപിച്ചത്. ഇവനിനി പഴയ ജോലി തുടരാനാവില്ല. കാരണം ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കന്നുകാരിലൊക്കെ തന്നെയും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ആകെ 10-15 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ മിയോവാരോ റോബിന് മറ്റൊരു ജോലി കണ്ടുപിടിച്ചു. മിയോവാരയ്ക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് കാട്ടിൽ ചെന്ന് കിഴങ്ങുകൾ തപ്പിയെടുത്ത് പറിച്ചു കൊണ്ടുവരിക. ഈ തെക്കൻ മഡഗാസ്കറിൽ ഈ മാസങ്ങളായിട്ട് നടക്കുന്ന യുദ്ധത്തിന്റെ ഫലങ്ങൾ ഇപ്പോഴും ഇവരെ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. പഴയതുപോലെ കാളയിറച്ചിയൊന്നും കിട്ടാനില്ല. കാട്ടുകിഴങ്ങുകൾ തന്നെയാണ് ശരണം. ഇതും എത്ര കാലത്തേക്ക് എന്നും ഒരു പിടിയുമില്ല. ഒരു ദിവസം അതിരാവിലെ മിയോവാരയും സ്ഥലത്തെക്കുറിച്ച് പ്രമാണിമാരും ഗ്രാമത്തിലേക്കുള്ള കവാടത്തിൽ തങ്ങളുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കഷ്ണം കാളയിറച്ചി രുചിച്ച് നോക്കിയിട്ട് നാളുകളേറെയായി എന്ന് മിയോവാര പരിതപിച്ചു. അവിടെ കൂടിയിരുന്നവരോട് അവരുടെ അറിവിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കൈവശം നല്ല കാളകൾ ഉള്ളതായിട്ട് അറിവുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. 4-5 മൈൽ മാറിയിട്ട് ഒരു സ്ഥലത്ത് ഒരാളുടെ കയ്യിൽ നല്ല കുറച്ച് കാളകളുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു. ഈ മിയോവാര ഉടൻ തന്നെ റോബിനെയും മറ്റുള്ള ആളുകളെയും അടിമകളെയും അരികിലേക്ക് വിളിച്ചിട്ട് അവിടെ പോയിട്ട് നല്ലൊരു കൊഴുത്ത കാളയെ തട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തു. എന്നാൽ റോബിൻ തന്ത്രപൂർവ്വം തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്. ഈ നാട്ടിലുള്ള ഏക വെള്ളക്കാരൻ താനാണ്. ഞാൻ അങ്ങയുടെ അടിമയാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ മോഷണം നടക്കുമ്പോൾ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിച്ചാൽ ഇത് യജമാനന്റെ പണിയാണ് എന്ന് അവർക്ക് പിടികിട്ടും. ഇതാണ് റോബിൻ മിയോവാരോട് പറഞ്ഞ കാരണം. സംഗതി സത്യമാണെങ്കിലും മിയോവാര പക്ഷേ റോബിൻ തന്നെ പോകണം എന്ന് ശഠിച്ചു. അതോടെ റോബിൻ മുട്ടുകുത്തി നിന്ന് മിയോവാരോട് തന്നെ വിടരുതേ എന്ന് കരഞ്ഞ് അപേക്ഷിച്ചു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ മറ്റുള്ളവരോട് സംസാരം തുടരുകയാണ് ചെയ്തത്. ഇതേ സമയം പരിസരത്തുണ്ടായിരുന്ന മറ്റടിമകൾ മരങ്ങളുടെ പുറകിലേക്ക് സാവധാനം വലിഞ്ഞു. റോബിനെ വിടുന്നില്ലെങ്കിൽ പകരം തങ്ങളെ ആരെങ്കിലും പറഞ്ഞയക്കുമോ എന്നായിരുന്നു അവരുടെ ഭയം. റോബിനാകട്ടെ ഈ സമയത്ത് തന്റെ അപേക്ഷയുടെ സ്വരം കുറച്ചുകൂടി ഉച്ചത്തിലാക്കി. ഇത് കേട്ട് കലി വന്ന മിയോവാര ഉടൻ തന്നെ തോക്കെടുത്തവനെ വെടിവെച്ചു. സ്ഥിരമായിട്ട് നടക്കുന്നത് പോലെ തന്നെ അരിശം മൂത്ത് വെടിവെച്ചത് കൊണ്ടാവണം ഇത്തവണയും ഇയാൾക്ക് ഉന്നം തെറ്റി. അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന മിയോവാരുടെ കൂട്ടുകാർ കയ്യിൽ പിടിച്ചിട്ട് വീണ്ടും വെടിവെക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടഞ്ഞു. എന്നാൽ ഉടൻ തന്നെ ഒരു കുന്തം കൈക്കലാക്കിയിട്ട് അയാൾ വീണ്ടും റോബിന്റെ നേർക്ക് ചാടി വന്നു. ഭാഗ്യത്തിന് അവിടെ കൂടിയിരുന്ന ആളുകൾ അയാളെ പിടിച്ച് വീണ്ടും അവിടെ നിന്നും അകറ്റി. കുറേയേറെ നേരത്തേക്ക് അയാൾ ദേഷ്യത്തോടെ റോബിനെ അസഭ്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. എങ്കിലും അവൻ മിണ്ടാതെ അനങ്ങാതെ അവിടെ തന്നെ നിന്നു. കൊല്ലാതെ വിട്ടെങ്കിലും റോബിൻ തന്നെ പോകണം എന്ന നിലപാടിൽ നിന്നും അയാൾ പിന്തിരിഞ്ഞതേയില്ല. അങ്ങനെ അവസാനം ഗത്യന്തരമില്ലാതെ റോബിനും വേറെ ഒരാളും കൂടിയിട്ട് അയാൾ നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് യാത്രയായി. 4-5 മൈൽ സഞ്ചരിച്ച ശേഷം കുറച്ച് കാലുകൾ മേയുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. റോബിൻ ആകെ കൂടി പരിഭ്രാന്തനായിരുന്നു. ഒരു കിളിയുടെ ശബ്ദം കേട്ടിട്ട് പോലും അവൻ ഞെട്ടിത്തെറിച്ചു. അവസാനം സാമാന്യം കൊഴുത്ത ഒരു കാളയെ തന്നെ അവർ നോട്ടമിട്ടു. കാലി നോട്ടക്കാരടുത്തെങ്ങും ഇല്ല എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ട് വീണ്ടും കുറേ സമയം അവർ കാത്തു. അവസാനം ഒരു വിധത്തിൽ
അവർ തങ്ങൾ നോട്ടമിട്ട കാളയെ തന്നെ കൂട്ടത്തിൽ നിന്ന് അകറ്റിയിട്ട് കയറുകൊണ്ട് കെട്ടി കാട്ടിലൂടെ ഇവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി. തുറസായ വഴികൾ ഒഴിവാക്കിയിട്ട് കാട്ടിൽ കൂടെ തന്നെ യാത്ര ചെയ്യാനായിട്ടാണ് ഇവർ ശ്രമിച്ചത്. ഏകദേശം ഉച്ചയോടെ റോബിനും കൂട്ടരും കാളയുമായിട്ട് ഗ്രാമത്തിൽ മടങ്ങിയെത്തി. ഒട്ടും സമയം കളയാതെ തന്നെ എല്ലാവരും ചേർന്ന് അതിനെ അറുത്ത് 100 കണക്കിന് കഷ്ണങ്ങളാക്കി മാറ്റി. ഗ്രാമത്തിലെ എല്ലാവർക്കും ഓരോ ഭാഗം ലഭിച്ചു. റോബിനും കൂട്ടാളിക്കും വലിയ 2 കഷ്ണങ്ങളാണ് കിട്ടിയത്. ശത്രുക്കളുടെ കയ്യിൽ നിന്നും ധീരമായിട്ട് കാളയെ കടത്തിക്കൊണ്ട് വരുന്നവർക്ക് അതായിരുന്നു സമ്മാനം. അധികം വൈകാതെ തന്നെ എല്ലാവരും കിട്ടിയ ഭാഗങ്ങൾ കഴിക്കുകയും ഈ കാളയുടെ ബാക്കി തെളിവുകളെല്ലാം ഇവർ കുഴിച്ചു മൂടുകയും ചെയ്തു. ഇതൊക്കെ വളരെ വേഗത്തിൽ ചെയ്തില്ലെങ്കിൽ കാളയുടെ ഉടമസ്ഥന് ഒരു പക്ഷേ അന്വേഷിച്ചെത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ വഷളാകാൻ സാധ്യതയുണ്ട്. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം സ്വാദിഷ്ടമായിട്ടുള്ള ഇറച്ചി കഴിക്കാനായിട്ട് എല്ലാവർക്കും സാധിച്ചു. എന്നാൽ പിറ്റേ ദിവസം മുതൽ കാര്യങ്ങൾ വീണ്ടും പഴയപടിയായി. ഇപ്പോൾ കന്നുകാലികൾ ഒന്നും തന്നെയും ഇവരുടെ കൈവശം അവശേഷിക്കുന്നില്ല. ശീതകാലം എത്താറായി കഴിഞ്ഞു. ഇനി പഴയതുപോലെ കപ്പയും ചേനയും തേനും ഒന്നും ലഭിക്കുകയുമില്ല. കാര്യങ്ങൾ പരിങ്ങലിലാണ്. യുദ്ധം കഴിഞ്ഞിട്ട് ഇപ്പോൾ 8-9 മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ഭക്ഷണം എന്നത് ഒരു സ്വപ്നമായിട്ട് എല്ലാവർക്കും തോന്നി തുടങ്ങി. ഇവരുടെ ശത്രുവായിട്ടുള്ള കിരീന്ദ്രൻ്റെയും കൂട്ടരെയും കാര്യവും ഇതുപോലെ തന്നെ പരിങ്ങലിലായിരുന്നു. കാരണം ഈ മുന്നാൻ സാക്ക് പ്രഭുവും കൂട്ടരും തുടർച്ചയായിട്ട് ആക്രമിച്ചിട്ട് അവരെ വശം കെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ കന്നുകാലികളും ഏതാണ്ട് തീർന്ന മട്ടായിരുന്നു. അതോടുകൂടിയിട്ട് കിരീന്ദ്രയ്ക്കും മറ്റും എങ്ങനെയും ശത്രുത അവസാനിപ്പിച്ചിട്ട് കാര്യങ്ങൾ പഴയപടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താല്പര്യം തോന്നി തുടങ്ങി. പക്ഷേ മുന്നാൻ സാക്ക് പ്രഭുവിനോട് ഒരു സന്ധി സംഭാഷണത്തിന് ആരും തയ്യാറല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ദ്വീപിന്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്തെ മറ്റൊരു രാജാവായിട്ടുള്ള വോവേൺ പ്രഭുവിന്റെ ഒരു ദൂതൻ മിയോവാരുടെ അരികിൽ എത്തിച്ചേർന്നത്. ദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സെയിന്റ് അഗസ്റ്റിൻ തുറമുഖം ഉള്ള സ്ഥലത്തെ രാജാവാണ് ഈ വോവേൺ. ഇദ്ദേഹത്തിന് ദൂതനായിട്ടുള്ള റായി നന്നോ ആണ് പുതിയൊരു ദൗത്യവുമായിട്ട് മിയോവാരുടെ അരികിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ മിയോവാരോ പിന്നെ കിരീന്ദ്ര ഇവരോടൊക്കെ മുമ്പ് യുദ്ധത്തിൽ ഏർപ്പെട്ട ഒരു രാജാവുണ്ട്, വൂസിംഗ്ടൺ. ഈ വൂസിംഗ്ടനാണ് മിയോവാരുടെ ഭാര്യയും മകളെയൊക്കെ തടവിലാക്കുകയും പിന്നീട് മാന്യമായിട്ട് തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു മനുഷ്യനാണ്. ഈ വൂസിംഗ്ടൺ പ്രഭു എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും പൊതു ശത്രുവാണ്. അതായത് കിരീന്ദ്ര, മിയോവാരോ, നമ്മൾ മുമ്പ് പറഞ്ഞ മുന്നാൻ സാക്ക്, അങ്ങനെയുള്ള സകല ആളുകളുടെയും പൊതു ശത്രുവാണ് ഈ വൂസിംഗ്ടൺ. ഈ വൂസിംഗ്ടൺ പ്രഭു ഇപ്പോൾ വന്നിരിക്കുന്ന ദൂതൻ, അയാളുടെ രാജാവായിട്ടുള്ള വോവൻ പ്രഭു, അയാളുടെയും ശത്രുവാണ്. ചുരുക്കത്തിൽ ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാ ആളുകളുടെയും പൊതു ശത്രുവാണ് അന്ന് വന്ന് ആക്രമിച്ച ഈ വൂസിംഗ്ടൺ. ഈ വൂസിംഗ്ടൺ പ്രഭുവിനെ ഒതുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വോവൻ പ്രഭു ഒരു ദൂതനെ ഇവരുടെ എല്ലാ അരികിലേക്ക് അയച്ചിരിക്കുന്നത്. ഇവരിങ്ങനെ തമ്മിൽ തല്ലിക്കിടന്നാൽ ശരിയാവില്ല, നമ്മളെല്ലാം കൂടെ ഒരുമിക്കണം. വോവൻ പ്രഭു, നമ്മുടെ മിയോവാരോ, ഈ കിരീന്ദ്ര, മുന്നാൻ സാക്ക് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വേണം ഈ വൂസിംഗ്ടനെതിരെ യുദ്ധത്തിൽ ഏർപ്പെടാൻ. അതിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഒരു ദൂതനെ, ഈ റായി നന്നോ എന്ന് പറഞ്ഞ ഒരാളെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. ഈ ദ്വീപിലെ ഏറ്റവും മാന്യനും പരിചയസമ്പന്നനും ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ളവനാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റായി നന്നോ. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു കൂറും ആരോടും ഇല്ല. അതുകൊണ്ട് തന്നെ മിയോവാരുടെ അടുത്തുള്ള അതേ സ്വാതന്ത്ര്യം ശത്രുക്കളുടെ അടുത്തും ഇദ്ദേഹത്തിനുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ഒട്ടുമിക്ക യുദ്ധങ്ങളിലും സമാധാന ദൂതന്റെ വേഷം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ റോബിൻ പറയുന്നത് ഈ ദ്വീപിലെ മണ്ടന്മാരായിട്ടുള്ള പ്രഭുക്കന്മാരുടെ ഇടയിൽ ബുദ്ധി കൊണ്ട് സ്വന്തം കാര്യം കണ്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് റായി നന്നോ എന്ന് പറഞ്ഞ ഈ ദൂതൻ എന്നാണ്. അങ്ങനെ കിരീന്ദ്രയും മുന്നാൻ സാക്ക് പ്രഭുവും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം മുന്നാൻ സാക്കിന്റെ സഹോദരൻ അഫറ പ്രഭുവുമായിട്ട് സംസാരിച്ചിട്ടാണ് ഈ റായി നന്നോ മിയോവാരുടെ അരികിൽ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത്. മിയോവാരെയും പിന്നെ കിരീന്ദ്രയുടെ മക്കളായിട്ടുള്ള ചാഹരയും ഫുർക്കയും തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ വരവിന്റെ ഉദ്ദേശം. വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ സകല തർക്കങ്ങളും ചർച്ചയിലൂടെ തന്നെ സമാധാനപരമായിട്ട് അദ്ദേഹം പരിഹരിക്കുകയും ചെയ്തു. തുടർച്ചയായിട്ട് യുദ്ധം ചെയ്ത ആളുകളെ ഇത്തരത്തിൽ പട്ടിണി കിട്ടുന്നതിന് റായി നന്നോ ഇരു കൂട്ടരെയും ശക്തമായിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്തു. പൊതുശത്രുവായിട്ടുള്ള വൂസിംഗ്ടൺ പ്രഭുവിനെതിരെ മറ്റുള്ളവർ ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ശത്രുത കൂടിയിട്ട് ശത്രുതയുടെ മൂർധന്യാവസ്ഥയിൽ തന്റെ സ്വന്തം നായയ്ക്ക് ഈ റായി നന്നോയുടെ രാജാവായിട്ടുള്ള ഓവേൻ രാജാവിന്റെ പേര് പോലും ഇട്ട് വൂസിംഗ്ടൺ സകല മര്യാദകളും ലംഘിച്ചതായിട്ടാണ് റായി നന്നോ പറയുന്നത്. മിയോവാരോട് കാര്യങ്ങൾ സംസാരിക്കുന്ന വേളയിൽ റായി നന്നോയുടെ കണ്ണുകൾ തന്റെ നേർക്ക് പതിയുന്നത് റോബിൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചർച്ചകൾ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം മുറി ഇംഗ്ലീഷിൽ അവനോട് അടുത്തേക്ക് വരുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അവന്റെ പേര് ചോദിച്ചറിഞ്ഞ ശേഷം റായി നന്നോ തിരിഞ്ഞിട്ട് മറ്റുള്ള ആളുകളോട് പറഞ്ഞു, വേറെ ഏതോ സ്ഥലത്ത് ജനിച്ചിട്ട് അബദ്ധത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ഇയാളെ നിങ്ങൾ ഇത്രയും കാലം ഇങ്ങനെയാണോ നോക്കിയത്? ഇദ്ദേഹത്തിന്റെ കീറിപ്പറഞ്ഞ തുണികൾ നോക്ക്, കഷ്ടം തന്നെ. എന്റെ കൂടെ ആയിരുന്നുവെങ്കിൽ ഈ മനുഷ്യനെ ആദ്യം കാണുന്ന കപ്പലിൽ തന്നെ ഞാൻ തിരികെ അയക്കുമായിരുന്നു. ഇത് കേട്ട മിയോവാരോ പറഞ്ഞു, അവൻ അർഹിക്കുന്ന രീതിയിലുള്ള ക്രൂരതയൊന്നും ഞാൻ അവനോട് ഇതുവരെയും കാണിച്ചിട്ടില്ല. ഇവന്റെ ആളുകൾ കിരീന്ദ്രയോട് അന്ന് എന്താണ് കാണിച്ചതെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അറിയാം, ആ കഥ മുഴുവനും അറിയാം. പക്ഷേ കിരീന്ദ്ര ഇവരോട് എന്താണ് കാണിച്ചത്? അവരെ തിരികെ പോകാനായിട്ട് അനുവദിക്കാതെ സ്വന്തം തലസ്ഥാനത്ത് തടവിലിട്ടു, ശരിയല്ലേ? നോക്കൂ, ഈ മനുഷ്യൻ
ഓവേൻ രാജാവിൻ്റെ, എൻ്റെ സ്വന്തം രാജാവായിട്ടുള്ള ഓവേൻ രാജാവിൻ്റെ അരികിലായിരുന്നുവെങ്കിൽ ആദ്യം ഇവന് നല്ല വസ്ത്രങ്ങൾ കൊടുക്കുമായിരുന്നു. ഇയാളുടെ നാട്ടിലേക്കുള്ള അടുത്ത കപ്പൽ വരുന്നത് വരെയും സ്വന്തം മകനെ പോലെ പരിരക്ഷിക്കുമായിരുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം ഇങ്ങനെ അങ്ങ് നീണ്ടുപോയി. ഇതെല്ലാം കേട്ടതോടെ റോബിൻ്റെ ചിന്തകൾ മുഴുവൻ മറ്റൊരു ലോകത്തായി. എങ്ങനെയും റായിൻ അന്നയോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ മനസ്സ് വെമ്പി. അതിനൊരു അവസരം രാത്രിയിൽ കിട്ടുകയും ചെയ്തു. റായിൻ അന്നയുടെ കൂടെ മുന്നാൻ സാക്ക് പ്രഭു കുറച്ച് കാര്യങ്ങളെ കൂടി ഈ മിയോവാരയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ കയ്യിലൊന്നും അവശേഷിക്കുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സ്വാഭാവികമായിട്ടും അന്ന് രാത്രി ഒരെണ്ണത്തെ കൊല്ലുവാനുള്ള നിർദ്ദേശം റോബിന് ലഭിച്ചു. അവനത് തരമാക്കിയിട്ട് രാത്രിയിൽ ഇറച്ചിയുമായിട്ട് റായിൻ അന്നയുടെ അരികിൽ എത്തിച്ചേർന്നു. വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം അവനോട് പെരുമാറിയത്. കപ്പൽ അപകടം ഉൾപ്പെടെ നടന്നതെല്ലാം അദ്ദേഹം റോബിനോട് ചോദിച്ച് മനസ്സിലാക്കി. മിയോവാര തന്നെ പലതവണ കൊല്ലുവാൻ നോക്കിയ കാര്യങ്ങൾ ഉൾപ്പെടെ തൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ റോബിൻ അദ്ദേഹത്തോട് വിശദമായിട്ട് തന്നെ വിവരിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ റോബിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി. ഇതെല്ലാം കണ്ട് ദയ തോന്നിയ റായിൻ അന്നോ റോബിനെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരു ഉപായം കണ്ടെത്തി. പിറ്റേ ദിവസം പതിവ് പോലെയുള്ള രാജ്യകാര്യങ്ങൾ സംസാരിച്ച ശേഷം റായിൻ അന്നോ മിയോവാരയോട് റോബിനെ അയാൾക്ക് വിൽക്കുന്നോ എന്ന് ചോദിച്ചു. അവന് പകരമായിട്ട് വേറെ കുറെ അടിമകളെ തരാമെന്നും അല്ലെങ്കിൽ നല്ലൊരു തോക്ക് തന്നെ സമ്മാനമായിട്ട് നൽകാമെന്നും റായിൻ അന്നോ പറഞ്ഞു. ഈ സമയം റോബിന് മറ്റ് അടിമകളുടെ കൂട്ടത്തിലെ കുറച്ച് മാറി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് മിയോവാര അവനോട് എഴുന്നേറ്റ് നിൽക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അത് കണ്ടപ്പോഴേക്കും കച്ചവടം ഉറപ്പിച്ചു എന്ന് തന്നെ റോബിൻ കരുതി. റോബിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മിയോവാര പറഞ്ഞു, ഇവനെ നോക്ക്, ഇത്രയും കാലം കൊണ്ട് ഇവൻ കാലികളെ നോക്കുവാനും കൃഷി ചെയ്യുവാനും കിഴങ്ങുകൾ പറിക്കുവാനും തേനെടുക്കുവാനും പഠിച്ചു കഴിഞ്ഞു. സാധാരണ ഒരു അടിമയ്ക്ക് ഒരു തോക്കാണ് തരാൻ ഉദ്ദേശമെങ്കിൽ ഇവന് പകരം ഞാൻ 2 ആവശ്യപ്പെടും. എഴുന്നേറ്റ് നിൽക്കുന്ന റോബിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മിയോവാര ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഇത് കേട്ട റായിൻ അന്നോ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കൂടുതൽ അടിമകളെ റോബിന് പകരം വിട്ടു നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ അവനെ ഒരിക്കലും വിൽക്കുവാനായിട്ട് താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മിയോവാര ആവർത്തിച്ചു. അതിനുശേഷം റോബിനോട് അവിടെ നിൽക്കണ്ട, നീ അവിടെ നിന്ന് സ്ഥലം വിടുവാനും പോയി കാട്ടുകിഴങ്ങുകൾ പറിച്ചുകൊണ്ട് വരുവാനും അയാൾ ഉത്തരവിട്ടു. തകർന്ന ഹൃദയത്തോടെ റോബിൻ അവിടം വിട്ട് അടുത്തുള്ള കാട്ടിലേക്ക് നടന്നു. കിഴങ്ങുകൾ തപ്പി അലയുന്നതിന് പകരം ഒരിടത്തിരുന്ന് ഉള്ളു തുറന്ന് കരയുവാനായിട്ടാണ് റോബിൻ ആഗ്രഹിച്ചത്. കുറേയേറെ നേരം ഒരിടത്തിരുന്ന് വിതുമ്പിയ ശേഷം അവൻ കിഴങ്ങുകൾ തിരഞ്ഞ് പറിച്ചെടുത്തു. അതിനുശേഷം ഒരു വിധത്തിൽ മുഖഭാവത്തിൽ മാറ്റമൊക്കെ വരുത്തിയ ശേഷം കിട്ടിയ കാട്ടുകിഴങ്ങുകളൊക്കെ ആയിട്ട് മിയോവാരയുടെ അരികിൽ തിരികെ എത്തി. റായിൻ എന്നോട് അടിമയാകത്തിൽ നിനക്ക് നല്ല വിഷമം കാണും അല്ലേ? മിയോവാര റോബിനോട് ദേഷ്യത്തോടെ ചോദിച്ചു. റോബിൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. നോവുന്ന ഹൃദയത്തോടെ കിടക്കുന്ന മുറിയിൽ ചെന്നിട്ട് ഒരു വിറക് കഷ്ണം എടുത്തിട്ട് തലയണ ആക്കി വെച്ചിട്ട് അവൻ ഉറങ്ങുവാനായിട്ട് കിടന്നു. അന്ന് രാത്രി ഏറെ ചെന്ന ശേഷം ആരും അറിയാതെ റോബിൻ റായിൻ അന്നോയെ ഒന്നുകൂടി കാണുവാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. കറുത്തവൻ്റെ അടിമയായിട്ട് ഒരു വെള്ളക്കാരനെ ഈ ദ്വീപിൽ ഞാൻ കാണുന്നത് ആദ്യമാണ്. റായിൻ അന്നോ റോബിനോട് പറഞ്ഞു, നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഓവേൻ രാജാവിനോട് നിന്നെപ്പറ്റി പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേക്കും. മാത്രമല്ല അദ്ദേഹം ഉടൻ തന്നെ പട നയിച്ചിട്ട് ഈ ഒരു ദിക്കിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. ഞാനും അതേസമയം ഈ പ്രദേശങ്ങളിൽ എത്തിയേക്കും. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അപ്പോൾ റോബിൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ എന്നെ യുദ്ധത്തിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യജമാനൻ തയ്യാറാവില്ല, അത് ഉറപ്പാണ്. റോബിൻ തൻ്റെ ആശങ്ക ഈ റായിൻ അന്നയോട് പറഞ്ഞു. എന്നാൽ മിയോവാര യുദ്ധത്തിനായിട്ട് പോകുന്ന സമയം നോക്കിയിട്ട് നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇവിടെ നിന്നും കിഴക്കുള്ള ഡൗഫിംഗ് തുറമുഖത്ത് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ് നിനക്ക് എളുപ്പം. പക്ഷേ സാമുവേൽ രാജാവിൻ്റെ മരണശേഷം ആ തുറമുഖത്ത് അധികം കപ്പലുകൾ വരുന്നില്ല. അതിൻ്റെ എണ്ണത്തിൽ സാരമായ കുറവുകൾ വന്നിട്ടുണ്ട്. തങ്ങളുടെ ഈ ഇദ്ദേഹമുള്ള സെയിൻറ്റ് അഗസ്റ്റിൻ തുറമുഖം അത് പടിഞ്ഞാറാണ് ഉള്ളത്. പക്ഷെ അങ്ങോട്ടേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ റോബിൻ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഒരുപക്ഷെ ആ യാത്രക്കിടയിൽ താൻ വധിക്കപ്പെടുകയോ അല്ലെങ്കിൽ മറ്റൊരു പ്രഭുവിനെ അടിമയാക്കപ്പെടുകയോ ചെയ്തേക്കാം. ഇതായിരുന്നു റോബിന് തോന്നിയത്. എന്നാൽ റായിൻ അന്നോ അവനെ പ്രോത്സാഹിപ്പിച്ചു, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇവിടെ നിന്നും വടക്കോട്ടേക്ക് സഞ്ചരിച്ചാൽ ആദ്യം മുന്നാൻ സാക്കിൻ്റെ സഹോദരൻ അഫ്രർ പ്രഭുവിൻ്റെ സ്ഥലങ്ങളുണ്ടാവും. ശേഷം മുന്നാൻ സാക്ക് പ്രഭുവിൻ്റെ കാലുകൾ മേയുന്ന മൈതാനങ്ങൾ, അവിടം വരെ നീ പോയിട്ടുള്ളതാണ്. അവിടെ നിന്നും വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങിയാൽ വളരെ ദൂരെയല്ലാതെ ഒനിലാഹി എന്ന് പറഞ്ഞ നദിയുടെ തീരത്ത് എത്തിച്ചേരാം. പിന്നീട് നദിയുടെ തീരത്തോട് ചേർന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ സെയിൻറ്റ് അഗസ്റ്റിൻ തുറമുഖത്താവും എത്തിച്ചേരുക. ഏകദേശം 42 ദിവസങ്ങളുടെ യാത്രയാണ് ഇത്. റായിൻ അന്നോ റോബിനോട് വഴി വിശദീകരിച്ച് തന്നെ പറഞ്ഞു കൊടുത്തു. ഇതേ വഴിയാണ് റായിൻ അന്നോ ഇങ്ങോട്ടേക്ക് വന്നത്. മൃഗങ്ങളെ വേട്ടയാടിയും മറ്റും ആവശ്യമില്ലാത്ത സമയം കളയാതെ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചത്. എന്നാൽ റോബിന് ഒറ്റയ്ക്ക് അപരിചിതമായിട്ടുള്ള ഈ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഉറപ്പായിട്ടും കൂടുതൽ ദിവസങ്ങൾ എടുത്തേക്കാം. ഈ വഴികളിൽ എങ്ങനെയാണ് പട്ടിണി കൂടാതെ ജീവിക്കേണ്ടത് എന്നും റായിൻ അന്നോ റോബിന് പറഞ്ഞു കൊടുത്തു. പോകുന്ന വഴി ഒരു മനുഷ്യന് ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാം പ്രകൃതിയിൽ തന്നെയുണ്ട്. കാട്ടുകാളുകളും തേനും കിഴങ്ങുകളും കൊണ്ട് സമ്പന്നമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ കരുതേണ്ട ആവശ്യമില്ല. റായിൻ അന്നോ റോബിനെ ഇതെല്ലാം പറഞ്ഞ് ധൈര്യപ്പെടുത്തി. പോകുന്ന വഴികളിൽ 3 രാജാക്കന്മാരുടെ സ്ഥലങ്ങളാണ് ഉള്ളത്. പക്ഷേ തുടർച്ചയായിട്ട് 2 ദിവസങ്ങളോളം ഒരാളെ പോലും നിനക്ക് കാണുവാൻ സാധിക്കില്ല. ഇതൊക്കെ അത്രയും വിജനമായ സമതലങ്ങളാണ്.
റോബിനും റൈൻ നന്നയുമായിട്ടുള്ള സംഭാഷണം അങ്ങനെ നീണ്ടുപോയി. വളരെയധികം കാര്യങ്ങൾ അവന് ഈ റൈൻ നന്നോയിൽ നിന്നും ചോദിച്ച് അറിയുവാനായിട്ട് സാധിച്ചു. രാത്രി ഏറെ ചെന്നതോടെ റോബിൻ യാത്ര പറഞ്ഞ് കുടിലിലേക്ക് മടങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം റൈൻ നന്നോ അവരോട് വിട പറഞ്ഞ് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തിരികെ പോയി. ആ യാത്രയയപ്പ് റോബിന് പക്ഷേ ഹൃദയഭേദകമായിരുന്നു. ഒരുപക്ഷെ ഈ ദ്വീപിലെ വേറൊരു കോണിലാണ് താൻ ചെന്ന് പെട്ടിരുന്നുവെങ്കിൽ മാന്യമായ ഒരു ജീവിതം അവന് കിട്ടുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെയുള്ള ഏറ്റവും വൃത്തികെട്ട ആളുകളുടെ കൂടെ അടിമയായിട്ട് കഴിയാനാണ് അവൻ്റെ വിധി. അങ്ങനെ അഭ്യന്തര യുദ്ധങ്ങൾ ഏറെക്കുറെ പര്യവസാനിച്ചു. ജീവിതം കുറച്ചുകൂടി ആയാസരഹിതമായി. കാട്ടുകിഴങ്ങുകൾ പറിക്കുവാൻ പോകുമ്പോൾ ഇപ്പോൾ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. റൈൻ നന്നോ പറഞ്ഞതൊക്കെയും റോബിൻ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു. ഇനി വേണ്ടത് പറ്റിയ ഒരു അവസരമാണ്. യജമാനൻ ദൂരെ എവിടെയെങ്കിലും പോകുമ്പോഴേക്കും പദ്ധതി നടപ്പിലാക്കണം. പക്ഷേ അതിനു മുമ്പ് റോബിന്റെ ജീവിതത്തിൽ മറ്റൊരു വലിയ സംഭവം നടന്നു. കുറച്ച് വടക്ക് അംബരോ എന്നൊരു പ്രഭു താമസമുണ്ടായിരുന്നു. കഴിഞ്ഞുപോയ യുദ്ധം നടക്കുന്നതിന് മുമ്പ് അയാൾ മിയാവാരുടെ കയ്യിൽ നിന്നും കുറച്ച് കാലുകളെയും അടിമകളെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് തിരികെ വാങ്ങിക്കുവാനായിട്ട് സമയമായി. കൊടുത്തത് തിരികെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മിയാവാരോ നേരിട്ട് വന്നെടുത്തുകൊണ്ട് പൊക്കോ എന്നുള്ള സന്ദേശമാണ് അംബരോ അറിയിച്ചത്. അതോടെ മിയോവാരയും കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ മിമയം പോലമ്പോ പ്രഭുവും കൂടെ അങ്ങോട്ടേക്കൊരു യാത്രയ്ക്ക് തയ്യാറായി. ഇത് തന്നെ അവസരം എന്ന് റോബിൻ കരുതി. പക്ഷേ കയ്യിൽ 2 കുന്തങ്ങളുമായിട്ട് നിന്നിരുന്ന അവനെ കണ്ടിട്ട് മിയോവാര പറഞ്ഞു, നീ ഇങ്ങനെ എപ്പോഴും പെണ്ണുങ്ങളെ പോലെ വീടിന്റെ ഉള്ളിൽ ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇനി മുതൽ എൻ്റെ കൂടെ യുദ്ധത്തിനായിട്ട് നീ വന്നേ മതിയാവൂ. ആയുധമേന്തിയ ഒരു വെള്ളക്കാരനെ എൻ്റെ കൂടെ കണ്ടു കഴിഞ്ഞാൽ നാം ഇപ്പോഴും പോകുന്ന മലമുകളിലെ വർഗ്ഗക്കാർ തീർച്ചയായിട്ടും ഭയക്കും. അതോടുകൂടിയിട്ട് റോബിന്റെ പ്രത്യാശ അസ്തമിച്ചു. അവന്റെ സാധനങ്ങളെ ചുമക്കുവാനും വേണ്ടിയിട്ട് മറ്റൊരു അടിമയെ കൂടി മിയോവാര ഏർപ്പാടാക്കിയതോടെ ഒരു പ്രമാണിയെപ്പോലെ റോബിനും അവരുടെ കൂടെ യാത്ര തിരിച്ചു. അടിമകളെ കൂടാതെ 300ഓളം സൈനികരും അവരുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം മുഴുവനും വടക്കോട്ട് നീങ്ങിയ ശേഷം അടുത്ത ദിവസം യോങ്കോർവ മലകളുടെ കിഴക്കോട്ടേക്കാണ് സംഘം യാത്ര തുടർന്നത്. അവിടെയാണ് കാട്ടുകാളകൾ വിഹരിക്കുന്നത്. ചിലതിനെ അവർ വേട്ടയാടുകയും ഭക്ഷണമാക്കുകയും ചെയ്തു. ഇതേസമയം കൂട്ടത്തിൽ നിന്നും 4 പേരെ അംബരോ പ്രഭുവിന്റെ താവളത്തെപ്പറ്റി അന്വേഷിക്കാനായിട്ട് ഈ മിയോവാര പറഞ്ഞു വിടുകയും ചെയ്തു. ഇനിയും ഒരു ദിവസത്തെ യാത്ര കൂടി അങ്ങോട്ടേക്കുണ്ട്. മിയോവാര അയച്ച ചാരന്മാർ അറിയിച്ചതനുസരിച്ചിട്ട് ശത്രുക്കളുടെ ഗ്രാമം സുരക്ഷാ മതിലുകളൊന്നും തന്നെ ഇല്ലാതെ വെളിം പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. മിയോവാരയും സംഘവും അന്ന് രാത്രി തന്നെ നടന്ന് വെളുക്കുന്നതിന് മുമ്പ് അംബരോ പ്രഭുവിന്റെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. സമയം കളയാതെ അവർ പല സംഘങ്ങളായിട്ട് തിരിഞ്ഞിട്ട് 4 പാട് നിന്നും അപ്രതീക്ഷിതമായിട്ട് ആ ഗ്രാമം ആക്രമിച്ചു. നായ്ക്കളുടെ കുരകളും വെടിശബ്ദങ്ങളും ആളുകളെ ഉണർത്തി. ചെറുത്തു നിൽക്കുവാനോ ഒരുമിച്ച് കൂടുവാനുള്ള അവസരം മിയോവാരയും സംഘവും അവർക്ക് കൊടുത്തില്ല. മിയോവാരയുടെ ആളുകൾ വീടുകൾ തോറും കയറിയിറങ്ങി സാധനങ്ങൾ എടുക്കുവാനും ആളുകളെ തടവുകാരായിട്ട് പിടിക്കുവാനും തുടങ്ങി. ഇതേസമയം റോബിൻ അംബരോ പ്രഭുവിന്റെ വീട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അയാളെ തടവുകാരനാക്കുവാൻ വേണ്ടിയിട്ട് ഈ റോബിൻ അങ്ങോട്ടേക്ക് അതിവേഗം ഓടി. ഈ അംബരോ പ്രഭുവിനെ തടവുകാരനാക്കി കഴിഞ്ഞാൽ മിയോവാരയ്ക്ക് റോബിനെ ഇഷ്ടപ്പെടും. ഇതിനു വേണ്ടിയിട്ടാണ് റോബിൻ ഇത് ചെയ്യുന്നത്. അപ്പോഴേക്കും ഈ അംബര പ്രഭു അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടി റോബിന്റെ നേർക്ക് നിറയൊഴിച്ചു. ഭാഗ്യത്തിന് അത് ഏസിയില്ല. ഈ റോബിന് ഭാഗ്യം ഇച്ചിരി കൂടുതലാണല്ലോ. റോബിൻ ഉടൻ തന്നെ തന്റെ തോക്കെടുത്തിട്ട് ഈ അംബരോ പ്രഭുവിനെ ഉന്നം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരാൾ അവന്റെ നേർക്ക് കുന്തമെറിഞ്ഞു. ഉടൻ തന്നെ റോബിൻ തോക്കിന്റെ ഉന്നം മാറ്റിയിട്ട് അയാളുടെ നേർക്ക് നിറയൊഴിച്ചു. പക്ഷേ അപ്പോഴേക്കും അംബരോ അവിടെ നിന്നും കടന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം റോബിൻ നേരെ ഈ അംബരോ പ്രഭുവിന്റെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ഇദ്ദേഹത്തിന്റെ റാണിയും മകളും ഒരു പായയിൽ ഇരിപ്പുണ്ടായിരുന്നു. റോബിൻ അവരെ 2 പേരെയും തടവുകാരായിട്ട് പിടിക്കുകയും ചെയ്തു. പരിചാരകർ എതിർത്ത് നോക്കിയെങ്കിലും റോബിനോട് പിടിച്ചു നിൽക്കാനായിട്ട് അവർക്കായില്ല. ശേഷം 2 പേരെയും കൈകൾ ബന്ധിച്ച് റോബിൻ പുറത്തിറക്കി. അപ്പോഴേക്കും മിയോവാരയുടെ ആളുകൾ ആ ഒരു ചെറുഗ്രാമം തകർത്ത് തീയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അനേകം കാലികളെയും അടിമകളെയും അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ഓടിപ്പോയവർ കൂടുതൽ ആളുകളൊക്കെ ആയിട്ട് തിരികെ വന്നേക്കാം. അതുകൊണ്ട് മിയോവാരയും സംഘവും അവിടെ നിൽക്കാതെ അതിവേഗം തിരികെ പോന്നു. എന്നാൽ കാടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശത്രുക്കളുടെ ആരവം പുറകിൽ നിന്ന് അവർ കേട്ടു. അവർ 200ഓളം ആളുകൾ പുറകെ വരുന്നുണ്ട്. മിയോവാരയും കൂട്ടരും യാത്ര നിർത്തിയിട്ട് ആക്രമണ സജ്ജരായിട്ട് നിലകൊണ്ടു. അപ്പോഴേക്കും അംബരയും കൂട്ടരും പതിവ് പോലെ തന്നെ ഈ സമാധാന സംഭാഷണത്തിനായിട്ട് മുന്നോട്ടേക്ക് വന്നു. അവസാനം കാലുകളെയും അടിമകളെയും പകുതിയായിട്ട് പങ്കുവെക്കാം എന്ന ധാരണയിൽ 2 കൂട്ടരും എത്തി. പക്ഷേ തടവുകാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അവർ തിരികെ പോയി. ഉച്ചയോടെ മിയോവാരയും സംഘവും ചെറിയൊരു അരുവിയുടെ തീരത്തെത്തിയിട്ടാണ് വിശ്രമിച്ചത്. ആ സമയം എല്ലാവരും തങ്ങൾക്ക് കിട്ടിയ തടവുകാരൊക്കെ ആയിട്ട് മിയോവാരയുടെ മുന്നിൽ ചെല്ലണം എന്നാണ് ചട്ടം. റോബിൻ തന്റെ സ്ത്രീ തടവുകാരൊക്കെ ആയിട്ട് മിയോവാരയുടെ മുന്നിൽ അഭിമാനത്തോടെ പോയി നിന്നു. റോബിൻ ഈ 2 പേരെ തടവുകാരായിട്ട് പിടിച്ചുകൊണ്ട് വന്നത് മിയോവാരയ്ക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി. അദ്ദേഹം എന്ത് ചെയ്തു, ഈ റോബിനോട് പറഞ്ഞു, ഈ കൂട്ടത്തിലെ ഈ 2 പേരിൽ ഇഷ്ടമുള്ള ആളെ നീ അങ്ങ് എടുത്തുകൊള്ളുക. ഇത് കേട്ടിട്ട് ആദ്യം ഒന്ന് അമ്പരന്ന് പോയെങ്കിലും റോബിന് കാര്യം പിടികിട്ടി. മിയോവാരോ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും റോബിൻ ആരെ തെരഞ്ഞെടുത്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. 16 വയസ്സുള്ള ഒരു സുന്ദരിയായിരുന്നു ആ രാജകുമാരി.
ഒരു പക്ഷേ ഈ ദ്വീപിൽ റോബിൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മിടുക്കി. അവൻ തന്നെ തെരഞ്ഞെടുത്തു എന്ന് കണ്ട അവളുടെ കണ്ണുകൾ തിളങ്ങുന്നത് റോബിൻ ശ്രദ്ധിച്ചു. നിയമം അനുസരിച്ചിട്ട് ഇനി ബാക്കിയുള്ള ആള് ഈ രാജകുമാരുടെ അമ്മ റാണി, ഈ അംബര പ്രഭുവിന്റെ ഭാര്യ മിയാവാരയ്ക്കുള്ളതാണ്. അവര് അദ്ദേഹത്തിന്റെ അരികിലേക്ക് മാറി നിന്നു. ഇത് കണ്ട മിയാവാര അവരോടായിട്ട് പറഞ്ഞു, ഇതെല്ലാം നിങ്ങളുടെ ഭർത്താവ് വരുത്തി വെച്ച വിനകളാണ്. എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. നിങ്ങൾ അയാളുടെ അരികിലേക്ക് തിരികെ പൊക്കിക്കോളൂ, എനിക്ക് നിങ്ങളെ വേണ്ട. പക്ഷേ ഒരു ശിക്ഷ എന്ന നിലയിൽ മകൾ ഇവിടെ എൻ്റെ വെള്ളക്കാരൻ്റെ കൂടെ കഴിയും. മകളെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ അവൻ നേരിട്ട് വന്നിട്ട് കൊണ്ടുപോകട്ടെ. ഞാൻ കാര്യങ്ങളെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവന് ഇത് തന്നെയാണല്ലോ എന്നോട് പറഞ്ഞത്. നിങ്ങൾ അങ്ങോട്ടേക്ക് നോക്ക്, ഞങ്ങളുടെ കൂടെയുള്ള വെള്ളക്കാരൻ അവളെ സ്വന്തമാക്കി കഴിഞ്ഞു. ഞാനത് അവനോട് ഇനി തിരികെ ചോദിക്കത്തില്ല. ഇത്രയും പറഞ്ഞ ശേഷം മിയാവാര കുറച്ച് ഇറച്ചി അവർക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുത്തു. അത് ഭക്ഷിച്ച ശേഷം ഈ അമ്മ മകളുടെ അരിയിലേക്ക് സാവധാനം നീങ്ങി വന്നു. ഈ അമ്മയുടെയും മകളുടെയും യാത്ര പറച്ചില് ഹൃദയഭേദകം തന്നെയായിരുന്നു. അത് കണ്ട് അനുകമ്പ തോന്നിയ റോബിന് അവരോട് പറഞ്ഞു, നിങ്ങളുടെ മകളെ അടിമയായിട്ടൊന്നുമല്ല ഞാൻ കൊണ്ടുപോകുന്നത്, അവൾ എൻ്റെ ഭാര്യയായിരിക്കും. ഈ ദ്വീപിൽ വെച്ച് അവൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പയ്യനെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇത് കേട്ടതോടെ ആ അമ്മയ്ക്ക് ആശ്വാസമായി. മകളോട് യാത്ര പറഞ്ഞ ശേഷം അവര് മിയാവാരോട് പോകുവാനുള്ള അനുമതി ചോദിച്ചു. ശേഷം സാവധാനം അകലേക്ക് നടന്നകന്നു. അവരധിക ദൂരം പോകാനിടയില്ല എന്ന് മിയാവാരയ്ക്കും കൂട്ടർക്കും അറിയാമായിരുന്നു. അവരുടെ ആളുകൾ തൊട്ടടുത്തുള്ള കാടുകളിൽ മറഞ്ഞിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി മുഴുവനും മിയാവാര ശക്തമായ കാവല് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിന്റെ പെണ്ണിനെ നീ തന്നെ നോക്കിക്കോണം എന്നുള്ളൊരു ഉത്തരവാണ് മിയാവാര ഈ റോബിന് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ റോബിൻ തന്റെ സുന്ദരിയായിട്ടുള്ള തടവുകാരിയെ വളരെ ശ്രദ്ധാപൂർവമാണ് നോക്കിയത്. കിടക്കുന്നതിന് മുമ്പ് അവളുടെ അരയിൽ കയറുകൊണ്ട് ചെറിയൊരു കെട്ടിട്ട ശേഷം മറ്റേ അറ്റം റോബിൻ അവന്റെ കൈകളിൽ ബന്ധിച്ചു. രാത്രിയിൽ അവൾ ഓടിപ്പോയി കളയുമോ എന്ന് അവന് സംശയമുണ്ടായിരുന്നു. പക്ഷേ അവന്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് അവൾ ചിരിക്കുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ അവർ മടക്കയാത്ര ആരംഭിച്ചു. മിയാവാരയും മിമേമോലംബ പ്രഭുവും തങ്ങൾക്ക് കിട്ടിയ കാലികളെയും അടിമകളെയും വീതം വെക്കുകയും ചെയ്തു. റോബിന് 2 പശുക്കളെയും 2 കിടാങ്ങളെയും ലഭിച്ചു, കൂടാതെ സുന്ദരിയായ ഒരു ഭാര്യയെയും. അവളെയും കൊണ്ട് അവൻ യജമാനത്തിന്റെ അരികിൽ മിയാവാരയുടെ ഭാര്യയുടെ അരികിൽ എത്തിച്ചേർന്നു. അവര് അവളെ ഒരു മകളെ എന്ന രീതിയിൽ പരിചരിച്ച് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. കാരണം അവരും വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ തടവുകാരിയായിട്ട് ഇവിടെ എത്തിച്ചേർന്ന് മിയാവാരയുടെ ഭാര്യയായ ആളാണ്. റോബിന്റെ കയ്യിൽ കുറച്ച് തേനുണ്ടായിരുന്നു. കുറച്ച് പാലും ചേർത്ത് കൊടുത്ത് അവൻ അവളെ ഭംഗിയായിട്ട് തന്നെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അവളും ഏറെ സന്തോഷവതിയായിട്ട് തന്നെയാണ് കാണപ്പെട്ടത്. സന്തോഷകരമായിട്ടുള്ള ആ ദിനങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങി. ആ കുട്ടി റോബിന് നല്ലൊരു ഭാര്യയായിരുന്നു. വ്യത്യസ്ത ഇനം ഭക്ഷണങ്ങൾ അവൾ ദിവസവും അവന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അവന് അവിടം വിട്ട് പോകണമെന്ന് അതുകൊണ്ട് തന്നെ പിന്നീട് തോന്നിയതേയില്ല. അവനിപ്പോൾ സ്വന്തമായിട്ട് വീടും ഭാര്യയും കാലുകളും ആവശ്യത്തിന് തേനും മറ്റു കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ആ നാട്ടിലെ മറ്റാരെയും പോലെ റോബിനും മാന്യമായിട്ട് തന്നെ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഇത് മഡഗാസ്കറാണ്. എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ തകിടം മറിയാം. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.